ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. 10 വർഷത്തെ ഭരണത്തിനൊടുവിൽ കർഷക സമരങ്ങളും ഗുസ്തി താരങ്ങളുടെ സമരവും കണ്ട ഹരിയാനയിൽ കോൺഗ്രസ് തിരിച്ചുവരുമെന്ന് വിദഗ്ധരാകെ വിലയിരുത്തി. സർവേ ഫലങ്ങളെല്ലാം ഏകകണ്ഠമായി കോൺഗ്രസ് എന്ന വിധിയെഴുതി. പക്ഷെ ഫലം വന്നപ്പോൾ 48 സീറ്റിന്റെ മിന്നുന്ന ജയം NDAയ്ക്ക്. ഭരണവിരുദ്ധ വികാരത്തെ അപ്രത്യക്ഷമാക്കിയ മാജിക് എന്താണെന്ന് ഇന്ന് രാഹുൽ ഗാന്ധി വെടിപ്പായി വ്യക്തമാക്കിയിട്ടുണ്ട്. സീമ, സ്വീറ്റി, സരസ്വതി, രശ്മി, വിൽമ ഇന്റർനെറ്റിൽ തിരഞ്ഞാൽ കിട്ടുന്ന ചിത്രത്തിന് ഇങ്ങനെ 23 പേരാണ്. 23 വോട്ടാണ്. ഒരാളുടെ പേരിൽ മാത്രം 223 വോട്ട്. 93,174 വ്യാജവിലാസങ്ങൾ. 8-1 കള്ളവോട്ട്. ആകെ 25 ലക്ഷം കള്ളവോട്ടാണ്. പിന്നെ എങ്ങനെ തെറ്റാതിരിക്കും സർവേക്കാർക്കും വിദഗ്ധർക്കും? മഹാരാഷ്ട്രയിലും കർണാടകയ്ക്കും പിന്നാലെ ഹരിയാനയും തുറന്നു കാട്ടിയിട്ടും കൃത്യമായൊരു മറുപടിയില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്. H-ഫയൽസ് ഞെട്ടിച്ചോ എന്നാണ് ചോദ്യം. ചർച്ചയിൽ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, CPI MP P. സന്തോഷ് കുമാർ, അഡ്വക്കേറ്റ് ഷിബു മീരാൻ മുസ്ലിം ലീഗ് പ്രതിനിധി, അഡ്വക്കേറ്റ് N. ലാൽകുമാർ ഇടത് സഹയാത്രികൻ, ഡോക്ടർ മോഹൻ വർഗീസ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ K. സുരേന്ദ്രനിലേക്ക് പോകുന്നു. ശ്രീ K. സുരേന്ദ്രൻ, രാഹുൽ ഗാന്ധി വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് പുറത്തു കൊണ്ടുവന്ന മൂന്നാമത്തെ തെളിവാണ് H-ഫയൽസ് എന്നാണ് ഹരിയാനയിലെ വോട്ട് കൊള്ളയ്ക്ക് അദ്ദേഹം പേരിട്ടിരിക്കുന്നത്. 25 ലക്ഷം കള്ളവോട്ട് എന്നുള്ളതാണ്. ഈ തെളിവുകൾ അദ്ദേഹം കൊണ്ടുവരുമ്പോൾ അത് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു, ഇത് ഞാനായിട്ട് കൊണ്ടുവരുന്നതല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് തന്നെ കിട്ടിയ രേഖകൾ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ് എന്ന്. അപ്പോൾ ഈ തെളിവുകളെ എങ്ങനെയാണ് BJP കാണുന്നത്? ഒന്നാമത്തെ കാര്യം, ഇത് H-ഫയൽസ് അല്ല, ഇത് ഹൈഡ്രജൻ ബോംബാണെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. നേരത്തെ ആറ്റം ബോംബ് പൊട്ടിച്ചു, ഇപ്പോൾ ഹൈഡ്രജൻ ബോംബ്. അത് ഇനി വരുമെന്നാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇതൊരു ഇതൊരു ഡീപ് സ്റ്റേറ്റ് ആൻറ്റി ഇന്ത്യൻ സോറോസ് സ്പോൺസേർഡ് ക്യാമ്പയിനാണ്. ഇന്ത്യക്കെതിരായി രാഹുൽ ഗാന്ധി കുറച്ച് കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദേശവിരുദ്ധ പ്രചാരണത്തിൻ്റെ മറ്റൊരു മുഖം കൂടിയാണ്. ഇപ്പോൾ താങ്കൾ ലക്ഷ്മി, അതുപോലെ കുറേ പേരുകൾ പറഞ്ഞല്ലോ. ഒരു പെൺകുട്ടിയുടെ ആറ്റം ബോംബ് ഇട്ടപ്പോൾ ഒരു പേര് പറഞ്ഞിരുന്നു, ആ പേര് താങ്കൾ മറന്നുപോയെന്ന് എനിക്ക് തോന്നുന്നു. മിൻഡാദേവിയുടെ ഒരു പേര് അദ്ദേഹം പറഞ്ഞിരുന്നു. അന്നത്തെ ഹൈലൈറ്റ് അതായിരുന്നു, എല്ലാ ചാനലിലെയും ബ്രേക്കിംഗ് ന്യൂസ് അതായിരുന്നു. 124 വയസ്സുള്ള മിൻഡാദേവിയുടെ കാര്യം. അത് വെറും ഒരു ക്ലറിക്കൽ എറർ മാത്രമായിരുന്നു. അവർക്ക് 24 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രാഹുൽ ഗാന്ധി ഇങ്ങനെ കുറേ കാര്യങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2019 മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സമനില തെറ്റിയ രാഹുൽ ഗാന്ധി ആൻറ്റി ഇന്ത്യൻ ലോബികളുമായി ചേർന്ന്, അർബൻ നക്സലുകളുമായി ചേർന്ന്, ഡീപ് സ്റ്റേറ്റുമായി ചേർന്ന് സോറോസിൻ്റെ അച്ചാരം വാങ്ങി രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2019 അദ്ദേഹം പറഞ്ഞു, EVM ടാമ്പർ ചെയ്യപ്പെടുകയാണ് വ്യാപകമായി ഇന്ത്യയിൽ. വലിയ രീതിയിൽ നിങ്ങളുടെ ചാനലടക്കം എല്ലാവരും പ്രചരിപ്പിച്ചു EVM ടാമ്പറിങ്. ഇലക്ഷൻ കമ്മീഷൻ അദ്ദേഹത്തിന് 2 തവണ നോട്ടീസ് അയച്ചു. ഏത് IT വിദഗ്ധനുമായി വന്നിട്ട് EVM ടാമ്പർ ചെയ്യപ്പെടുന്നു എന്നുള്ള ആരോപണം തെളിയിക്കാൻ എത്ര സമയം വേണമെങ്കിലും മിസ്റ്റർ രാഹുൽ ഗാന്ധിക്ക് തരാം. പക്ഷേ രാഹുൽ ഗാന്ധി തിരിഞ്ഞു നോക്കിയതേയില്ല. രണ്ടാമത്തെ കാര്യം, രാഹുൽ ഗാന്ധി കുറേ കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞു, ഈ പ്രാവശ്യവും പറഞ്ഞു. പക്ഷേ അദ്ദേഹം എന്തുകൊണ്ട് കോടതിയിൽ പോകുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഫൈനലി വാട്ട് ഐ എം ഡൂയിങ് ഹിയർ ഈസ് നോട്ട് മൈ വർക്ക്. മൈ വർക്ക് ഈസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ഡെമോക്രാറ്റിക് സിസ്റ്റം. ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതി ഇതെല്ലാം നിരീക്ഷിക്കുകയാണ്, ഞാൻ പറയുന്നതെല്ലാം സുപ്രീം കോടതി കാണുന്നുണ്ട്, ഞാൻ സുപ്രീം കോടതിയിലേക്ക് പോകുന്നില്ല, കോടതി ഇങ്ങോട്ട് വരട്ടെ എന്നാണ്. ആണ്ടി വലിയ അടിക്കാരനാണെന്ന് ആണ്ടി തന്നെ പറയുന്നു എന്നേ ഉള്ളൂ. ഈ ആരോപണം ഒരാൾ പോലും ഏറ്റെടുത്തിട്ടില്ല. SIRനെതിരായിട്ട്, വോട്ടർ പട്ടികയിലെ വോട്ട് ചോരിക്കെതിരായിട്ട് രാഹുൽ ഗാന്ധി 16 ദിവസം ബീഹാറിൽ ക്യാമ്പയിൻ നടത്തി. വലിയ പ്രചരണ ജാഥയായിരുന്നു, രാജ്യം മുഴുവൻ വലിയ പ്രചാരണം കിട്ടി. പക്ഷേ ബീഹാർ ഇലക്ഷൻ്റെ ഒരു ഘട്ടത്തിൽ പോലും ഇന്ത്യ സഖ്യം ഒരിടത്ത് പോലും രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണം ആവർത്തിച്ചിട്ടില്ല. അവരത് പ്രചാരണ വിഷയമാക്കിയിട്ടേയില്ല. ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയും ഈ ആരോപണം ഏറ്റെടുക്കുന്നില്ല. ഉത്തർപ്രദേശിൽ രണ്ട് തവണ പരാജയപ്പെട്ടതിന് ശേഷവും മുലായം സിംഗ് യാദവിൻ്റെ മകൻ അഖിലേഷ് യാദവ് ഈ ക്യാമ്പയിൻ ഏറ്റെടുത്തിട്ടില്ല. ഇനി കഴിഞ്ഞ തവണ ആരോപണം കൊണ്ടുവന്ന കർണാടകയിൽ സിദ്ധരാമയ്യയോ അതല്ലെങ്കിൽ നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറോ ഈ ആരോപണം ഏറ്റെടുത്തിട്ടില്ല. ഈ രാജ്യത്തൊരിടത്തും രാഹുൽ ഗാന്ധി പറഞ്ഞ ഈ ആരോപണങ്ങളൊന്നും ഏറ്റെടുക്കുന്നില്ല. ഇത് വളരെ വ്യാജമായി നിർമ്മിച്ചൊരു വ്യാജ നിർമ്മിതിയാണ്. ഇത് ഒരു കാരണവശാലും ഈ രാജ്യത്തെ ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളെല്ലാം വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്.
വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനാണ് രാജ്യം മുഴുവൻ SIR നടപ്പാക്കണമെന്ന് പറയുന്നത്. SIR നടപ്പാക്കാൻ രാഹുൽ ഗാന്ധി അനുകൂലമല്ല. SIR നടപ്പാക്കിയാൽ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കപ്പെടും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ ലോകത്തിലെ ഏറ്റവും സംശുദ്ധമായിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും സംശുദ്ധമായ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ് എത്രയോ വർഷങ്ങളായിട്ട്. ആ തെരഞ്ഞെടുപ്പ് ലോകം മുഴുവൻ ചെന്ന് ശരിയായ രീതിയിലല്ല, സുതാര്യമായ രീതിയിലല്ല എന്ന് പ്രചരിപ്പിക്കുന്നതിലൂടെ രാഹുൽ ഗാന്ധി ഒരു ഇന്ത്യ വിരുദ്ധ പ്രചരണത്തിന്റെ ചാമ്പ്യനായിട്ട് മാറിയിരിക്കുകയാണ്. ഞാൻ പറയട്ടെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അങ്ങ് പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ടാണ് ഒന്ന് ഇടപെടുന്നത്. നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് കിട്ടിയിരിക്കുന്ന തെളിവുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്നൊരു ബ്രസീലിയൻ യുവതിയുടെ ചിത്രം, ആ ചിത്രം പുറത്തുവിട്ടുകൊണ്ട് പറഞ്ഞിരിക്കുക, അതാണ് ഈ സീമ, സ്വീറ്റി, സരസ്വതി എന്നീ പേരുകളിലൊക്കെ വരുന്നത്. 22 തവണ ഹരിയാനയിലെ 10 ബൂത്തുകളിൽ ഇവരുടേതായ ഫോട്ടോയാണ് വരുന്നത്, പല പേരുകളിൽ. അങ്ങനെ ഒരു ബ്രസീലിയൻ യുവതി വന്ന് വോട്ട് ചെയ്തു എന്നല്ല രാഹുൽ പറയുന്നത്. അങ്ങനെ ഒരു പടം ഇടുന്നത് അവിടെ ആർക്കും വന്ന് വോട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം അവിടെ ഒരുക്കുകയാണ്. ഈ രീതിയിൽ വേറെയും സ്ത്രീകളുടെ ചിത്രങ്ങൾ അദ്ദേഹം ഈ വാർത്താ സമ്മേളനത്തിൽ കാണിക്കുകയുണ്ടായി. വേറെയും തെളിവുകൾ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവരികയുണ്ടായി. പല തരത്തിലാണല്ലോ ഇത്. ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ വരുന്നു, ബ്ലർ ചെയ്ത പടങ്ങൾ വരുന്നു, പറയട്ടെ, ബൾക്കായ വോട്ടർമാർ വരുന്നു. ഇതിന്റെയൊക്കെ കണക്കുകളാണല്ലോ. 5,21,000 ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ, ഇൻവാലിഡ് അഡ്രസ്സുകൾ 93,000, ബൾക്ക് വോട്ടർമാർ 19 ലക്ഷം എന്ന അടക്കം ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതൊക്കെ ഈ രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് വരുന്ന, പുറത്തേക്ക് കൊണ്ടുവരുന്ന ചിത്രങ്ങളാണ്. ഒരേ പടം പല പേരുകളിൽ, പല അച്ഛന്മാരുടെ പേരുകളിൽ, പല മേൽവിലാസങ്ങളിൽ നമ്മൾ കണ്ടതല്ലേ കഴിഞ്ഞ തവണയും. ഇത്തവണയും അതുണ്ട്. അതേപോലെ 0 എന്ന അഡ്രസ്സിൽ വരുന്നത്, അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ വൈകാരികമായ പ്രതികരണം കഴിഞ്ഞ തവണ നടത്തിയിരുന്നു. ആ പ്രതികരണം എന്ന് വെച്ചാൽ, ഈ വീടില്ലാത്തവർ, ഈ തെരുവുവിളക്കിന് കീഴെ കിടക്കുന്ന പാവങ്ങൾ, അവർക്ക് പോലും വോട്ടവകാശം കൊടുക്കുന്ന ഒരു സംവിധാനമാണ് നമുക്ക് എന്നൊരു വലിയ പ്രസംഗമൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയത്. ഇന്ന് അതിലും തെളിവ് കണ്ടിരുന്നുണ്ട്. ആ 0 അഡ്രസ്സ് പോയി തപ്പി നോക്കിയപ്പോൾ ഒരു വലിയ വീടാണ്. ആ വലിയ വീട്ടിൽ ഒരാളുണ്ട്, അയാളെ പേരും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ വീടിനകത്തേക്ക് ചെല്ലുമ്പോൾ അത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിൽ അയാളുടെ പേര് നരേന്ദ്ര എന്നാണ്, മിസ്റ്റർ നരേന്ദ്ര. അയാളെ തിരഞ്ഞപ്പോൾ കിട്ടിയില്ല. ആ വീട്ടിലെ ആൾ വോട്ട് ചെയ്തു എന്ന് പറയുന്നു. പക്ഷേ ഫിസിക്കലി കണ്ടു, ആ വീടും കണ്ടു, ആ വീട്ടിലെ ആളെന്ന് തെളിയിക്കാൻ പറ്റില്ല. ഇതാണ് ഈ 0 അഡ്രസ്സ് എന്ന് പറയുന്നത്. തെരുവിലെ ആളുകളല്ല എന്ന് കൂടി തെളിയിക്കപ്പെടുകയാണെന്ന്. അപ്പോൾ കൊണ്ടുവന്ന തെളിവുകളോട് കൃത്യമായ മറുപടി പറയുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അതിന് അങ്ങൊരു മറുപടി തരണം. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ BJPയുടെ വക്താവ് തന്നെയായിരുന്ന ബി ഗോപാലകൃഷ്ണന്റെ പ്രതികരണം കൂടി ചേർത്തുകൊണ്ടാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ഇനിയും വോട്ട് ചേർക്കും, കശ്മീരിൽ നിന്ന് വരെ ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് 1 വർഷം താമസിപ്പിച്ച് വോട്ട് ചേർക്കും എന്ന് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞതും ഒരു തെളിവായി കൊണ്ടുവരികയാണ്. അതിനോട് റിജിജു എന്താണ് പ്രതികരിച്ചത്? അത് ശരിയായ ബൈറ്റല്ല, വ്യാജ ബൈറ്റാണെന്ന്. വ്യാജ ബൈറ്റാണോ? അങ്ങേക്കും അറിയുന്നല്ലേ, ഇവിടെ പറഞ്ഞ കാര്യമല്ലേ, നമ്മളൊക്കെ അന്ന് കേട്ടതല്ലേ. ഞങ്ങൾ പറഞ്ഞോളൂ. അല്ല, ഒരു കാര്യം ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ളത്, കേൾക്കാനുള്ള, കാരണം അപ്പുറത്തിരിക്കുന്ന ആൾക്കാരും ഒരേ ഒരു ഓപ്പോസിറ്റ് വോയിസ് എൻ്റേത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദയവായി എനിക്ക് പറയാനുള്ള അവസരം തരണം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ രാജ്യത്ത് ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് സിസ്റ്റമല്ല. നമ്മൾ വളരെ വികേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പാർലമെൻ്ററി ജനാധിപത്യ സമ്പ്രദായമാണ് ഈ രാജ്യത്തുള്ളത്. അതായത് ഒരു പ്രസിഡൻഷ്യൽ ഇലക്ഷൻ അല്ല. അമേരിക്കയെ പോലെ 2 പേര് മത്സരിക്കുന്നു, അവർ രാജ്യം മുഴുവൻ ഇലക്ട്രോണിക് ഓൺലൈനിലൂടെ വോട്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായമല്ല. ലക്ഷക്കണക്കിന് വരുന്ന പോളിംഗ് ബൂത്തുകൾ, അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരം നേരത്തെ 1 പ്രാവശ്യമായിരുന്നു വർഷത്തിൽ, ഇപ്പം 3 പ്രാവശ്യമായിട്ട് ചുരുക്കി. ഓരോ വ്യക്തിക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും കള്ള വോട്ട് തടയാനും ഒക്കെയുള്ള സാവകാശം കൊടുത്തിട്ട് ഒരു വലിയ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയാണ്. വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം അപ്പീലിനുള്ള അവകാശങ്ങളുണ്ട്. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപിച്ചതിന് ശേഷം ഒരവസരം കൂടി കൊടുക്കും. ഏതെങ്കിലും ഒരു പൗരൻ വോട്ടർ പട്ടികയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ ചേർക്കാനുള്ള. നോക്കൂ, ഈ വോട്ടർ പട്ടികയിലെ ഇരട്ട വോട്ട് ഞങ്ങളാരും നിഷേധിക്കുന്ന ഒരു കാര്യമല്ല. നമ്മുടെ കേരളത്തിൽ വളരെ സംശുദ്ധമായിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് എന്ന് പറയുന്ന കേരളത്തിൽ കഴിഞ്ഞ തവണ ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീ അടൂർ പ്രകാശ്, അദ്ദേഹം ഒരു പ്രത്യേക ആപ്പ് വഴി, ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ വഴി ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിലെ വോട്ടർ പട്ടിക സമീകൃതമായിട്ട് പരിശോധിച്ചപ്പം ഏതാണ്ട് 50,000-ഓളം ഇരട്ട വോട്ടുകൾ അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. അത് അദ്ദേഹം ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയുണ്ടായി. നോക്കൂ, ഈ രാജ്യത്തെ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മത്സരിക്കുന്ന ഒരു പാർട്ടിയാണ്. രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയാണ്. കർണാടകയിൽ BJP അല്ല ജയിച്ചത്, നമ്മുടെ ഹിമാചൽ പ്രദേശിൽ BJP അല്ല ജയിച്ചത്, തെലങ്കാനയിൽ BJP അല്ല ജയിച്ചത്,
നമ്മുടെ പിന്നെ എല്ലാ 4-5 സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഒടുവിൽ ജാർഖണ്ഡിൽ UP ആണ്, ഇന്ത്യ മുന്നണിയാണ് ജയിച്ചത്. അവരാരും തന്നെ ഈ ആരോപണം ഇത് വ്യാജം. ഇപ്പം കഴിഞ്ഞ തവണ കർണാടകയിലെ മഹാദേവപുര ഒരു മണ്ഡലത്തിലെ കാര്യമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. മഹാദേവപുരയിലും കോൺഗ്രസ് ആണ് ജയിച്ചത്. അപ്പോൾ കോൺഗ്രസ് ജയിക്കുമ്പോൾ ഈ രാജ്യത്ത് യാതൊരു തരത്തിലുള്ള EVM ടാമ്പറിംഗ് ഇല്ല, ഒരു തരത്തിലുള്ള വോട്ടർ പട്ടികയിൽ ക്രമക്കേടില്ല. മോദിയും BJPയും പറയുന്ന ഒരു കാര്യം, ഈ രാജ്യത്തെ വോട്ടർ പട്ടികയിൽ പ്രത്യേകിച്ച് 2002 ശേഷം കാലാനുസൃതമായ മാറ്റം വരുത്തേണ്ട ആവശ്യമുണ്ട്. പലതരത്തിലുള്ള കള്ള വോട്ടുകൾ ചേർത്തിട്ടുണ്ട്. വിദേശ പൗരന്മാരുൾപ്പെടെ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ മറ്റു പാർട്ടികളുടെയും ഒക്കെ സഹായത്തോടു കൂടി ആസാമിലും ബംഗാളിലും ഇനി അന്യസംസ്ഥാന തൊഴിലാളികളുടെ പേരിൽ ചുരുങ്ങിയ തോതിലെങ്കിലും കേരളത്തിലും വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. അത് വിദഗ്ധമായിട്ട് പരിശോധിച്ച് സംശുദ്ധമായിട്ടുള്ള ഒരു വോട്ടർ പട്ടിക ഉണ്ടാക്കണം. അതിന് രാഹുൽ ഗാന്ധിയോ കോൺഗ്രസോ അനുകൂലമല്ല, ഇന്ത്യ മുന്നണി അനുകൂലമല്ല. ഇന്നിപ്പോൾ സർവകക്ഷി യോഗം ഉണ്ടായിരുന്നു. കേരളത്തിലെ എല്ലാ പാർട്ടികളിലും എക്സെപ്റ്റ് BJP അവരാരും വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിന് അനുകൂലമല്ല. ഇനി മറ്റൊരു കാര്യം, തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഒരു പാർട്ടി കൃത്രിമം നടത്തുന്നത് കണ്ടുപിടിക്കാതെ പോകുന്നത്? ഇന്നിപ്പോൾ പറയുന്നത് 223 വോട്ട് ഒരാളുടെ പേരിലുണ്ടെന്ന്. എവിടെയായിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ ഏജന്റുമാർ? അവർ BLA-മാരുണ്ടായിരുന്നു. പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ BLA-മാരുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ പ്രോസസ്സിലും വോട്ടർ പട്ടിക പേര് ചേർക്കുന്നതിൽ, തള്ളിക്കുന്നതിൽ, ഇടപെടുന്നതിലെല്ലാം പുറമേ നിന്നുള്ള പണ്ട് കാലത്ത് പിന്നെ ഏജന്റുമാർ BLA-മാർ എന്ന് പറഞ്ഞാൽ പോളിംഗ് ബൂത്തിൽ മാത്രമായിരുന്നു. ഔട്ട്സൈഡ് ബൂത്തിൽ കാർഡുമായിട്ടിരിക്കാം, വോട്ടർ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ പ്രോസസ്സിലും ഇരിക്കാം. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് കോടതി പോകാത്തത്? ഞാൻ ചോദിക്കട്ടെ, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ രാജ്യത്ത് സംശുദ്ധമായ തെരഞ്ഞെടുപ്പ് ചട്ടം, ഏതെങ്കിലും ഒരു കൃത്രിമം നടന്നാൽ 1 മാസത്തിനുള്ളിൽ കോടതികളെ സമീപിക്കാം. ഞാൻ ഇലക്ഷനെതിരായിട്ട് കേസിന് പോയിട്ട് ഒരാളാണ്. 89 വോട്ടിനും 600 വോട്ടിനും തോറ്റ ഒരാളാണ് ഞാൻ. ഒരു തവണ 89 വോട്ടിന് തോറ്റപ്പം ഹൈക്കോടതിയെ സമീപിച്ച് കള്ള വോട്ട് 80 എണ്ണം ഞാൻ പ്രൂവ് ചെയ്തതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ എൻ്റെ എതിർ സ്ഥാനാർത്ഥി മരിച്ചുപോയി. ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം ഉണ്ടെന്ന് കൃത്യമായി തോന്നിയാൽ നിയമ നടപടികൾ സ്വീകരിച്ച് അത് ശുദ്ധീകരിക്കുക. അവിടെ എത്രയോ പേര് കേരളത്തിൽ തന്നെ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സ്ഥാനാർത്ഥിയെ അയോഗ്യതാക്കിയിട്ടില്ലേ? ശരി, അങ്ങയുടെ ഒരു വാദമാണത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അതിൽ വ്യക്തമായ മറുപടി നൽകുന്നുണ്ട്. കോടതിയിൽ പോയി തെളിയിക്കുക എന്നതിനപ്പുറം ജനങ്ങളെ ബോധവൽക്കരിക്കുക, എങ്ങനെയാണ് നമ്മുടെ ഭരണഘടന അട്ടിമറിക്കപ്പെടുന്നത്, ജനാധിപത്യ സംവിധാനം അട്ടിമറിക്കപ്പെടുന്നത് എന്ന് കൃത്യമായി കാണിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ വാർത്താ സമ്മേളനത്തോടെ വിശദീകരിക്കുന്നത് അദ്ദേഹം പറഞ്ഞാണ്. ഞാൻ ശ്രീ സന്തോഷ് കുമാറിലേക്ക് പോകുന്നു. ശ്രീ സന്തോഷ് കുമാർ, ബീഹാറിൽ ഈ വോട്ട് ചോരി നിങ്ങളൊരു ആയുധമാക്കിയിട്ടേ ഇല്ല എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. പ്രതിപക്ഷത്തെ മറ്റ് സഖ്യകക്ഷികൾ ആരും തന്നെ, ഇന്ത്യ മുന്നിലെ മറ്റുള്ളവരാരും തന്നെ അത് ആയുധമാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. കൃത്യമായ തെളിവുകൾ സഹിതം, അത് ക്രിസ്റ്റൽ ക്ലിയർ തെളിവുകളാണെന്ന് പല തവണ ഇത് രാഹുൽ ഗാന്ധി ആവർത്തിക്കുന്നുണ്ട്. തെളിവുകളാണ് പുറത്തേക്ക് വിടുന്നത്, സ്വയമേവ ഉണ്ടാക്കിയതല്ല, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെ തെളിവുകൾ. അപ്പോൾ അതിൽ കെ സുരേന്ദ്രൻ ചോദിക്കുന്ന അടുത്ത ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് കോടതിയിൽ പോയിക്കൂടെ? മറ്റൊരു കാര്യം, പരാതിപ്പെടാൻ സമയമുണ്ടായിരുന്നു എന്നുള്ളതാണ്. മൂന്നിനും കൂടി മറുപടി. ഞാൻ ഒരു യാത്രയായതിന്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഇതുപോലെ വളരെ ഗൗരവപ്പെട്ട ഒരു പ്രാധാന്യമുള്ള വിഷയം, അതില് പ്രമുഖരായ ആളുകൾ തന്നെ പങ്കെടുക്കുന്നു എന്നതുകൊണ്ട് കൂടിയാണ് ഞാനും കൂടെ ഫോണിലാണെങ്കിലും ചേരാമെന്ന് സമ്മതിച്ചത്. പിന്നെ എന്നെ വിളിക്കാൻ കാണിച്ച ഒരു മര്യാദക്ക് ഞാൻ നന്ദിയും പറയുന്നു. ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ വോട്ട് ചോരി യാത്രയാണ് ബീഹാറിൽ പ്രതിപക്ഷത്തിന്റെ, അതായത് ഇന്ത്യ സഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ച കാര്യം തന്നെ. അങ്ങനെയാണ് അലയൻസ് അതായത് വോട്ട് അധികാര യാത്ര എന്ന് പറഞ്ഞാൽ വോട്ട് ചോരി ചോർ ഗദ്ദി ചോർ എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള ആ യാത്രയാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം കുറിച്ച യാത്ര എന്ന് പറയുന്നത്. അതിനെ തുടർന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് തേജസ്വി യാദവിനെ ഉയർത്തി കാണിക്കുന്ന പ്രചരണത്തിലേക്ക് പോകുന്നത്. അപ്പൊ ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ ഈ മഹാഗഡ്ബന്ധൻ എന്ന് വിളിക്കുന്ന സഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് അതാണ്. അപ്പൊ അത് പ്രചരണമാക്കിയില്ല എന്ന് അദ്ദേഹം പറയുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നു. അത്രേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. അതിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, എല്ലാവർക്കും അറിയുന്നതാണ്, മലയാളികൾ ഈ കാര്യത്തിൽ കൂടുതൽ ബോധവാന്മാരാണ്. 1 കൊല്ലം മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നതിനേക്കാൾ 50 ലക്ഷത്തോളം വോട്ടിന്റെ കുറവ് ഇപ്പോൾ ഉണ്ട്. മഹാരാഷ്ട്രയിൽ അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നതിനേക്കാൾ 50 ലക്ഷത്തിന്റെ കൂടുതലാണ് ഉണ്ടായത്. അപ്പൊ ഈ പ്രതിഭാസം എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്? ഇതാണ് ഏറ്റവും ഗൗരവപ്പെട്ട കാര്യം. അതുകൊണ്ട് അത് പ്രചരണം ആയതാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയങ്ങളിൽ ഒന്ന് അത് തന്നെയാണ് എന്നതാണ്. അതേസമയം ബാക്കിയുള്ള വോട്ടർമാരെയാണല്ലോ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റ് വിഷയങ്ങളിലേക്ക്, വോട്ടർമാരെ അഡ്രസ് ചെയ്യുന്ന വിഷയങ്ങളിലേക്ക് അത് പോകുന്നു എന്ന് മാത്രം. പിന്നെ ഉന്നയിക്കപ്പെടുന്ന 2 കാര്യങ്ങളില് ഒന്ന് എന്തുകൊണ്ട് കോടതിയിൽ പോകുന്നില്ല എന്നുള്ളതാണ്.
കോടതിയിൽ പോകുന്നില്ല എന്നതിനെ സംബന്ധിച്ചിടത്തോളം അത് കോടതിയിൽ പോകുമോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ചിട്ട് നമുക്ക് അത് കാത്തിരുന്ന് കാണാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ഉന്നയിക്കപ്പെട്ട പ്രശ്നം. ഇപ്പൊ ബൂത്തിൽ ഉള്ള ഏജന്റന്മാര് അല്ലെങ്കിൽ അതിനു മുൻപ് ഈ കാര്യങ്ങളിൽ തല്ലാനും മറ്റും ഇടപെടുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ അവരൊക്കെ ഇതിനകത്ത് ഇടപെട്ടുമുള്ളതാണ് ചോദ്യം. ഞാനൊരു വാദത്തിന് വേണ്ടി അതില്ല എന്ന് വെച്ചോ, എന്തെങ്കിലും കാരണവശാൽ ഇലക്ഷൻ സംവിധാനം അവരുടെ സംഘടനാ സംവിധാനത്തിന്റെ പോരായ്മ കൊണ്ടോ പരാജയം കൊണ്ടോ വീഴ്ച കൊണ്ടോ ആയിക്കോട്ടെ, പക്ഷെ ഉന്നയിക്കപ്പെട്ട പ്രശ്നം ഒരിക്കലും ചെറുതാവുന്നില്ലല്ലോ. ബ്രസീലിയൻ യുവതിയുടെ ഈ ഫോട്ടോ വെച്ചുകൊണ്ടുണ്ടാക്കിയ വോട്ട് ഉൾപ്പെടെ എല്ലാം പോട്ടെ, എന്തുകൊണ്ടാണ് ആരാണ് യഥാർത്ഥത്തിൽ വോട്ട് ചെയ്തത് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ CCTV ദൃശ്യങ്ങൾ അതിന്റെ വീഡിയോ ഫൂട്ടേജ് കൊടുക്കാത്തത്? ഇലക്ഷൻ കമ്മീഷനോട് പലതവണ ചോദിച്ചല്ലോ, ബാക്കിയെല്ലാം നിങ്ങൾ നിർത്തുക, എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് കൊടുത്തുകൂടാ? ഈ പല പേരിലായി ഒരേ ആൾ തന്നെ പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു, അത് തെളിയിക്കുന്നു. അപ്പൊ അത് തെറ്റാണ്, ശരിയല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ്, ആരാണ് വോട്ട് ചെയ്തത് എന്ന് കാണിക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ ഫൂട്ടേജ് വിട്ടുവിടാമെന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരവില്ലല്ലോ. പിന്നെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ 3 തവണ ഉന്നയിക്കുമ്പോഴും ഈ പ്രശ്നത്തിന് കൃത്യമായ ഒരു ഉത്തരം ഇലക്ഷൻ കമ്മീഷൻ പറയുന്നില്ല. ഇലക്ഷൻ കമ്മീഷനേക്കാൾ എത്രയോ വ്യഗ്രത BJP നേതാക്കന്മാർക്കാണ് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്, എത്രയോ വ്യഗ്രത. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ഇലക്ഷൻ കമ്മീഷൻ വീണെടുത്ത് കിടന്ന് ഉരുളുന്നു എന്ന് നമുക്ക് പലതവണയും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. എത്ര സന്ദർഭങ്ങളിലാണത്? അപ്പൊ അതുകൊണ്ട് അതിന് ഉത്തരം പറയാതെ സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഞാനിപ്പോ പറയുന്നത് ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും തന്നെ, ഇപ്പൊ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകുമ്പോൾ എന്റേതായ ഉത്തരവാദിത്വം ഓരോ ഘട്ടത്തിലും നിറവേറ്റേണ്ടതുണ്ട്, പാർട്ടി ഉത്തരവാദിത്വം. അത് നിറവേറ്റാൻ ചിലപ്പോൾ പരാജയപ്പെട്ടിട്ടുണ്ടാവാം, ഞാൻ വേണമെങ്കിൽ വാദത്തിന് സമ്മതിക്കാം. പക്ഷെ ഇത്ര 25 ലക്ഷത്തോളം വ്യാജ വോട്ടർമാരുടെ എന്നുള്ളതിന്റെ പല കണക്കും അവതരിപ്പിക്കുമ്പോൾ അതിനെ മറ്റു രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ വീണ്ടും ഈ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ രാഹുൽ ഗാന്ധി പപ്പു ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചരണമാണ് ബീഹാറിൽ ഈ BJP നേതാക്കന്മാരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും രാമക്ഷേത്രം കൊണ്ടുവരുന്നു. അപ്പൊ ഇത് നമ്മുടെ ജനാധിപത്യത്തെ ബാധിച്ചിരിക്കുന്ന വളരെ ഗുരുതരമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് ഒന്നും വ്യക്തിപരമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, ഇലക്ഷൻ കമ്മീഷനെയാണ് രാഹുൽ ഗാന്ധി പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. ഇലക്ഷൻ കമ്മീഷൻ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്, സഖ്യകക്ഷിയാകുന്നു എന്നുള്ളതാണ്. ഞാൻ കമ്മീഷനെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ കമ്മീഷൻ എങ്ങനെയാണ് രാഷ്ട്രീയവൽക്കരിച്ചത് നമ്മൾ കണ്ടല്ലോ. സുപ്രീം കോടതിയുടെ വിധിയെ മറികടന്നുകൊണ്ട് എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഒരു ആയുധമാക്കി മാറ്റപ്പെട്ടത് എന്ന് നമ്മൾ ഓരോരുത്തരും കണ്ടു. ഇത് പ്രത്യേകിച്ച് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് കമ്മീഷനെ കുറിച്ചാണ്, കമ്മീഷനെ കുറിച്ചല്ല. മുഖ്യ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചുള്ള വ്യക്തിപരമായ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അതുകൊണ്ട് ഇത് വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ്. BJP നേതാക്കന്മാര് ഇങ്ങനെ ന്യായീകരിച്ചത് കൊണ്ടൊന്നും അത് അവസാനിക്കാൻ പോകുന്നില്ല. അത് ഇന്ത്യ ഏറ്റെടുക്കും. ഇത് ഇവിടെ പക്ഷേ വേറൊരു കാര്യം കൂടിയുണ്ട് ശ്രീ സന്തോഷ്. ഇപ്പോൾ ബീഹാറിൽ തിരഞ്ഞെടുപ്പിലും ബീഹാറിലും ഇത് ആവർത്തിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ പരാജയം ഉറപ്പിച്ചുകൊണ്ടുള്ള പ്രതികരണം എന്നൊരു മറുവാദം കൂടി BJP പറയുന്നുണ്ട്. അല്ല, സ്വാഭാവികമായിട്ടും പരാജയം ഉറപ്പിച്ചു എന്നൊക്കെ ദുർവ്യാഖ്യാനിക്കുന്നതാണ്. ഈ ഘട്ടത്തിൽ മഹാഗഠബന്ധൻ നല്ലതുപോലെ മുന്നോട്ട് പോകണം. അത് നമ്മുടെ വേറൊരു വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പരാജയം ഉറപ്പിച്ചത് കൊണ്ടാണ് രാമക്ഷേത്രവും വീണ്ടും ഒസാമ ബിൻ ലാദനൊക്കെ പറഞ്ഞുകൊണ്ട് വർഗീയ ജനുവരുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതുപോട്ടെ, പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ബീഹാറിൽ ഇതൊരു യാഥാർത്ഥ്യമാണ്. 50 ലക്ഷത്തോളം വോട്ടർമാർ വെട്ടിമാറ്റപ്പെട്ടതിലെ 2024 നിന്ന്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ BJP എംപിമാർ രാജിവെക്കുമോ? JD എംപിമാർ രാജിവെക്കും? അവർക്കാണല്ലോ ഇപ്പോൾ ലോക്സഭയിൽ ഇവിടുന്ന് ഭൂരിപക്ഷം ഉള്ളത്, കൂടുതലായിട്ട് എംപിമാരെ കിട്ടിയിരിക്കുന്നത്. ആ ഭരണത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ കേന്ദ്രം ഭരിക്കുന്നത്. അപ്പൊ വാദത്തിന് വേണ്ടി ഉന്നയിക്കുകയാണെന്ന് ചോദിച്ചാൽ ഈ വ്യാജ വോട്ടർമാർ ഉൾപ്പെടെ പങ്കെടുത്ത ഒരു പ്രക്രിയയിലാണ് അവർ ജയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പൊ ഇവരങ്ങ് രാജിവെച്ചിട്ട് പോവുമോ? ഒരു ധാർമ്മികത തെളിയിക്കാൻ വേണ്ടി ഒരു ശുദ്ധീകരണ പ്രക്രിയ നടന്നു, അതുകൊണ്ട് ഞങ്ങൾ അതിന്റെ ഭാഗമായി ഞങ്ങൾ എലക്ട് ചെയ്യപ്പെട്ടത് ശരിയല്ല. അപ്പൊ ഇങ്ങനെയുള്ള നമ്മൾ വാദങ്ങളൊന്നും പരസ്പരം ഉന്നയിച്ചിട്ട് കാര്യമില്ല. രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന അടിസ്ഥാനപരമായ പ്രശ്നം വളരെ ശരിയാണ്. അത് മുൻകാലങ്ങളിൽ നേതാക്കന്മാർ അങ്ങനെ ഉന്നയിച്ചതല്ല. നമ്മൾ ബൂത്ത് ക്യാപ്ചറിംഗ് ഒരു ഘട്ടത്തിൽ കണ്ടു, പണത്തിന്റെ സ്വാധീനം കണ്ടു. EVM-ന്റെ ടാമ്പറിംഗ് എന്ന് പറയുന്നത് യശ്വന്ത് സിൻഹയുടെ മകൻ എഴുതിയ ലേഖനാണ്. BJP MP ആയിരുന്ന ജയന്ത് സിൻഹ, ഞാൻ ശ്രീ സുരേന്ദ്രൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ജയന്ത് സിൻഹ എന്ന് പറയുന്ന യശ്വന്ത് സിൻഹയുടെ മകൻ, അദ്ദേഹം BJPയുടെ MP ആയിരുന്നു കഴിഞ്ഞതിന്റെ മുമ്പിൽ തവണ. അദ്ദേഹം എഴുതിയ ലേഖനത്തിനകത്ത് പറയുന്നുണ്ട് എങ്ങനെയാണ് AI ഉപയോഗിച്ചുകൊണ്ട് ഇലക്ഷനെ സ്വാധീനിക്കാൻ കഴിയും, എങ്ങനെയാണ് വോട്ടിംഗ് യന്ത്രങ്ങളെ EVM-നെ ടാമ്പർ ചെയ്യാൻ പറ്റുക നമ്മൾ. അപ്പൊ ആ ഭാഗമൊക്കെ ഇരിക്കട്ടെ. നമ്മൾ ഈ ഉന്നയിക്കപ്പെട്ട പ്രശ്നം ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഒരു പുതിയ പ്രശ്നമാണ്. ആ പ്രശ്നത്തെ വളരെ ഗൗരവത്തിൽ അഡ്രസ് ചെയ്യാനുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം. അതിന് വല്ലാത്ത മറ്റു ന്യായങ്ങളൊന്നും പറഞ്ഞിട്ട് പോകേണ്ട കാര്യമില്ല. ശരി, ഷിബു മീരാൻ, ഇപ്പോൾ വോട്ടപ്പട്ടികയിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ, തങ്ങളുടെ പേര് വോട്ടപ്പട്ടികയിൽ ഇല്ല എങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനും അതിനുള്ള സമയം എത്ര തവണ സമീപിക്കാമെന്നുള്ള കാര്യം കെ സുരേന്ദ്രൻ പറയുകയുണ്ടായി. പക്ഷേ ബീഹാറിലെ 4 വോട്ടർമാരുമായിട്ടാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി എത്തിയത്.
അവർ പറയുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ വോട്ട് ചെയ്തതാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും അവർ വോട്ടർ പട്ടികയിലില്ല. അപ്പോൾ ഇത് സംബന്ധിച്ച പരാതി 2-3 തവണ BLM വരെ കണ്ട കാര്യം പറയുന്നു. പക്ഷേ ഇത്തവണയില്ല, അത് ശരിയാക്കി എടുക്കാൻ സമയം ആകും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് വോട്ട് ചെയ്യാനാകില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. ഈ SIR തന്നെ ഈ വോട്ട് ചോരിക്കുള്ള ആയുധമാണ് എന്നാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ രാഹുൽ ഗാന്ധി ഒറ്റയ്ക്കാണോ? ഇപ്പോൾ സന്തോഷ് കുമാർ MP പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളം ഇത് രാഹുൽ ഗാന്ധി കൊണ്ടുവരുന്ന തെളിവുകൾക്ക് ഇന്ത്യ മുന്നണി ഒപ്പമുണ്ട്? തീർച്ചയായും ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു പോരാട്ടം, അതിനെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒറ്റയ്ക്കാണോ എന്ന ഒരു ചോദ്യം ചോദിക്കുന്ന BJP പ്രതിനിധിയുടെ ചോദ്യം നമുക്ക് ആദ്യഘട്ടത്തിൽ അത് ന്യായമാണെന്ന്. പക്ഷെ എൻ്റെ തിരിച്ചുള്ള ഒരു ചോദ്യം, രാഹുൽ ഗാന്ധി ഈ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ന്യായീകരിക്കാൻ BJP എന്തുകൊണ്ട് ഒറ്റയ്ക്കായി പോകുന്നു? BJPയുടെ കൂടെയും വേറെ സഖ്യകക്ഷികളുണ്ടല്ലോ, അവരാരും ഇതിനെ ന്യായീകരിക്കാൻ വാർത്താ സമ്മേളനം വിളിക്കുന്നത് നമ്മൾ കേൾക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ഒരു വാർത്താ സമ്മേളനം വിളിച്ചതിന് മറുപടി പറയാൻ പല സന്ദർഭത്തിലും ധൈര്യപ്പെടുന്നില്ല. രാഹുൽ ഗാന്ധി ഈ വോട്ടർ പട്ടികയുടെ കസ്റ്റോഡിയനായ ഈ ജനാധിപത്യത്തിൻ്റെ സുതാര്യത ഉറപ്പാക്കാൻ നമ്മുടെ രാജ്യം ഭരണഘടനാപരമായി തന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരു ഏജൻസിയോട് ചോദ്യം ചോദിക്കുമ്പോൾ ഈ രാജ്യത്തെ മറ്റൊരു പാർട്ടിക്കും താല്പര്യമില്ലാത്ത വണ്ണം BJP പ്രതിനിധികൾ ചാടി വീഴുമ്പോൾ, ഒരു കേന്ദ്രമന്ത്രി തന്നെ രംഗത്ത് വരുമ്പോൾ ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ് എന്ന കാര്യം വളരെ കൃത്യമായി വ്യക്തമാവുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഒറ്റക്കാണോ എന്ന ചോദ്യത്തെക്കാൾ ഉച്ചത്തിൽ മുഴങ്ങേണ്ട ഒരു ചോദ്യം, എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ന്യായീകരിക്കാൻ BJP മാത്രം മുന്നോട്ട് വരുന്നു? തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും തമ്മിലുള്ള ഈ ബന്ധത്തിൻ്റെ സ്വഭാവം എന്താണ്? നിങ്ങൾ ഒരു മുന്നണിയിലെ സഖ്യകക്ഷികളാണോ എന്നതാണ്. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി ഒറ്റക്കാണോ? നമുക്കറിയാം, ഇപ്പോൾ ബീഹാറിൽ ഈ SIR നടപ്പാക്കപ്പെടുന്നു. വോട്ട് ചോരിയുടെ 1-2 വാർത്താ സമ്മേളനങ്ങൾ രാഹുൽ ഗാന്ധി നടത്തുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നൊരു കാഴ്ച, ജൻ അധികാർ യാത്ര എന്ന പേരിൽ ബീഹാറിൽ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള യാത്ര, അത് തേജസ്വി യാദവാണ് അദ്ദേഹത്തോടൊപ്പം നയിച്ചത്. ഈ സന്ദർഭത്തിലും ഈ വോട്ട് ചോരിയുടെ രാഷ്ട്രീയത്തെ ശക്തമായി ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഞാൻ മുന്നോട്ട് വെക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് നാളെ സംസ്ഥാനം ആദ്യഘട്ട പോളിംഗിലേക്ക് പോകുമ്പോൾ രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തും. നമ്മളിവിടെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് നമുക്കറിയാം, അദ്ദേഹം ഈ വിഷയം വളരെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു വിഷയം എന്നതിനപ്പുറത്ത് നമ്മൾ രാഹുൽ ഗാന്ധി ഒറ്റയ്ക്കാണോ അല്ലേ എന്ന ചോദ്യം ചോദിക്കുന്നതാണ്. നമ്മളൊക്കെ, ഞാനും സ്മൃതിയും ഒക്കെ ഉറച്ചു വിശ്വസിക്കുകയാണല്ലോ, നമ്മൾ ജീവിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ രാജ്യത്തിലാണ്. നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ നിയന്ത്രിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്നു. ഒരു തുല്യമായി എല്ലാ കക്ഷികൾക്കും അവസരമുള്ള ഒരു ഫീൽഡിലാണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന ബോധ്യത്തിലും വിശ്വാസത്തിലുമാണല്ലോ സ്മൃതി ഞാനും നിങ്ങളും ഒക്കെ ആ പ്രക്രിയയുടെ ഭാഗമാകുന്നത്. പക്ഷെ ഇവിടെ അതിനെ അട്ടിമറിക്കുന്നു എന്ന അദ്ദേഹം ഇവിടെ ചുമ്മാ ഒരു രാഷ്ട്രീയ ആരോപണം എന്ന നിലക്ക് രാഹുൽ ഗാന്ധി എന്തെങ്കിലും പറഞ്ഞു പോവല്ല. എന്താണ് അദ്ദേഹം വളരെ കൃത്യമായി ചില ചിത്രങ്ങൾ, ചില സ്ത്രീകളുടെ 200 ഒരു സ്ത്രീ വോട്ട് ചെയ്യുന്നു. ബ്രസീലിലെ ഒരു മോഡലിന്റെ പേരിൽ 10-22 വോട്ടുകൾ ചേർക്കുന്നു. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ രാഹുൽ ഗാന്ധി നേരത്തെ ഉന്നയിച്ച ഒരു ചോദ്യത്തിന് മറുപടിയായി പറയാണ്, വോട്ട് വീടില്ലാത്ത ആളുകൾക്കാണ് ഞങ്ങൾ ഈ 0 നമ്പർ വീട്ടു നമ്പർ കൊടുക്കുന്നതെന്ന്. എന്നാൽ 0 നമ്പർ വീട്ടു നമ്പർ ചേർത്ത് 100 വോട്ടുകൾ ചേർത്ത എന്ന് പറഞ്ഞാൽ കൃത്യമായും ജ്ഞാനേഷ് കുമാർ പറഞ്ഞത് കബി സടക്കെ കിനാരെ കബി പൂൾ കെ നീച്ചെ കബി വിളക്കുകാലിന്റെ താഴെ ട്രാഫിക് സിഗ്നലിനടുത്ത് റോഡിന്റെ അരികിലൊക്കെ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്കാണ് ഞങ്ങൾ ഈ 0 നമ്പർ വീട്ടു നമ്പറിൽ വോട്ട് ചേർക്കാൻ അവസരം കൊടുത്തതെന്ന് പറയുമ്പോൾ നരേന്ദർ എന്ന് പേരുള്ള 0 നമ്പർ വീട്ടിൽ 19 വോട്ടുകൾ ചേർത്ത ഒരാളിന്റെ 2 നില കെട്ടിടം രാഹുൽ ഗാന്ധി കാണിക്കുന്നു. മരിച്ചുപോയി എന്ന് വെട്ടിമാറ്റപ്പെട്ട മനുഷ്യരെ പച്ച ജീവനോടെ രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ മാധ്യമങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുന്നു. ആ മനുഷ്യർ വന്നു നിൽക്കുന്നത് എൻ്റെ സ്മൃതിയുടെ ഈ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണെന്ന് വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരുടെയും മനസാക്ഷിയുടെ മുന്നിലാണ്. ഇവിടെ BJPയുടെ പ്രതിനിധി അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ച് അദ്ദേഹം ബോംബ് പൊട്ടിയില്ല എന്തൊക്കെയോ പറയുകയാണ്. തെരഞ്ഞെടുപ്പുകൾ തോൽക്കുന്നു, അതുകൊണ്ട് പിന്നെ രാഹുൽ ഗാന്ധി പറയുന്നതൊന്നും നമ്മൾ കേൾക്കേണ്ട എന്നാണ്. ഒരു ചെറിയ സംസ്ഥാനത്ത് ഒരേ സമയം 2 മണ്ഡലത്തിൽ മത്സരിക്കുക, എന്നിട്ട് 2 മണ്ഡലത്തിലും ഒരേ സമയത്തേക്ക് ഇവിടേക്ക് പറന്ന് നടന്ന് തോക്കുക, എന്നിട്ടും അദ്ദേഹം ആ ആളുകൾ പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ലേ? അവർ ജനാധിപത്യത്തിൽ അവരുടേതായ അഭിപ്രായം. അപ്പോൾ വിജയത്തിൻ്റെയോ തോൽവിയുടെയോ പ്രശ്നമല്ല, ഇത് ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ മൗലികമായ നിഷ്പക്ഷതയെ സംബന്ധിക്കുന്ന ചോദ്യമാണ്. ഈ രാജ്യത്ത് 138 കോടി മനുഷ്യർ, അതിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് ഞാനൊരു ജനാധിപത്യ രാജ്യത്തിലെ വോട്ടറാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സാക്ഷി നിർത്തി വിശ്വസിക്കുന്ന 98 കോടി മനുഷ്യർ. ആ 98 കോടി മനുഷ്യരുടെ വിശ്വാസത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചതിക്കുന്നുണ്ടോ? ഇന്ത്യയുടെ ജനാധിപത്യത്തെ അതിന്റെ കാവൽക്കാരാകേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പിന്നിൽ നിന്ന് കുത്തുന്നുണ്ടോ? കാവൽക്കാർ തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആരാച്ചാരായി മാറുന്നുണ്ടോ എന്ന മൗലികമായ ചോദ്യമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. ചോദ്യങ്ങൾക്ക് ഉത്തരമാണ്, കൃത്യമായി ഓരോ ചോദ്യത്തിനുമുള്ള ഉത്തരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് തേടുന്നത് എന്നുള്ളതാണ്. ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം എന്റെ രാജ്യം
അതെ, ആ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം എന്റെ രാജ്യത്തിന്റെ വോട്ടർ പട്ടികയിൽ എങ്ങനെ വന്നു എന്ന് ഞാൻ ചോദിച്ചാൽ കൃത്യമായ മറുപടി പറയേണ്ടുന്ന ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതിന് പോയിന്റായിട്ട് അവർ മറുപടി പറയണം. നിങ്ങൾക്ക് പരാതി പറയാൻ സമയമുണ്ടായിരുന്നല്ലോ എന്നുള്ളതല്ല അതിലെ മറുപടി എന്നുള്ളതാണ്. ഞാൻ ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ 22,000 വോട്ടിന് പരാജയപ്പെട്ട ഹരിയാനയിലെ തെളിവുകളുമായിട്ടാണ് ഇന്ന് രാഹുൽ ഗാന്ധി വന്നത്. രാഹുൽ ഗാന്ധി വളരെ വിശദമായ വാർത്താ സമ്മേളനമായിരുന്നു, നമുക്കറിയാമല്ലോ, പവർ പോയിന്റ് പ്രസന്റേഷൻ. അതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ മറുപടി എത്രത്തോളം വിശ്വസനീയമായ മറുപടിയാണ്? ഇപ്പോൾ പരാതിപ്പെടാൻ സമയമുണ്ടായിരുന്നല്ലോ എന്ന മറുപടിയാണോ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് വേണ്ടത്? സ്മൃതി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപ് 2 പ്രാവശ്യം നൽകിയതിന് സമാനമായ മറുപടിയാണ് ഇപ്പോഴും നൽകുന്നത്. നോക്കൂ, ഹരിയാന ഇലക്ഷൻ കഴിഞ്ഞ തവണ 2024 ഒക്ടോബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്ന BJP, 48 സീറ്റുമായി വിജയിച്ചു വന്ന BJP ഒരു വേഫർ തിൻ മാർജിനിലാണ് വിജയിച്ചു വന്നത് എന്നോർക്കണം. കേവലം 22,000 വോട്ടിൻ്റെ മാത്രം അധികമാണ് NDA മുന്നണിക്ക് ഇന്ത്യ മുന്നണിയേക്കാൾ കൂടുതലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് 2 കോടി വോട്ടർമാരുള്ള ഹരിയാനയിൽ 25 ലക്ഷം, അതായത് 8 വോട്ടർമാരിൽ ഒരാൾ വ്യാജ വോട്ടറാണ് എന്ന ഒരു നറേറ്റീവാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതാവ് നൽകാൻ ശ്രമിച്ചത്. അതിനെ ഇംപ്ലൈ ചെയ്യുന്നത് കേന്ദ്രീകൃതമായ ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിവും ആശീർവാദവും ഉൾപ്പെടെയുള്ള ഒരു സംവിധാനം പ്രവർത്തിച്ചുകൊണ്ടാണ് 5 രീതിയിലുള്ള ഒരു 5-fold തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ബേസിക് കണ്ടൻഷൻ. അത് വോട്ടുകൾ മാറ്റിയ കാര്യമുണ്ട്. 3.5 ലക്ഷത്തോളം വോട്ടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭയിലേക്ക് വരുമ്പോൾ കാണാനില്ല, അല്ലെങ്കിൽ വെട്ടിമാറ്റിയതാണ്, അത് തങ്ങൾക്ക് അവകാശപ്പെട്ട വോട്ടാണ് എന്ന മട്ടിലാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. പിന്നീട് ഈ വ്യാജ ഐഡന്റിറ്റി അല്ലെങ്കിൽ വ്യാജ വിലാസങ്ങൾ അല്ലെങ്കിൽ വിലാസങ്ങളെ ഇല്ലാത്ത വോട്ടുകൾ 00 മാത്രം രേഖപ്പെടുത്തിയ വീടുകൾ, ഇതിനെല്ലാം പുറമെയാണ് 19 ലക്ഷം വോട്ടുകളാണ് 10, 20, 50, 100 ഒക്കെ വോട്ടുകൾ ഒരൊറ്റ അഡ്രസ്സിൽ ഒരൊറ്റ ഭവനത്തിൻ്റെ കെയർ ഓഫിലുണ്ട്. ഇതെല്ലാം തന്നെ തട്ടിപ്പാണ് എന്ന ഒരു നറേറ്റീവ് രാഹുൽ ഗാന്ധി കൊടുക്കാൻ ശ്രമിക്കുന്നു. അവിടെ ഇലക്ഷൻ കമ്മീഷന് മറുപടി പറയാവുന്ന രീതിയിൽ, ശ്രദ്ധിക്കൂ മിസ്റ്റർ ജ്ഞാനേഷ് കുമാർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, താങ്കൾ കൂടി കേൾക്കുന്നതിന് വേണ്ടിയാണ് മറുപടി ആഗ്രഹിച്ചുകൊണ്ടാണ് പറയുന്നത് എന്ന ഒരു രീതിയിൽ തന്നെയാണ് പറയുന്നത്. അപ്പം അവിടെ മറുപടി ഈ ആകമാന വ്യാപകമായ ഒരു കള്ളപ്രചരണം എന്ന ഒരു ഒഴുക്കൻ മട്ടിലുള്ള മറുപടി പറയാതെ കൃത്യമായി മറുപടി പറയേണ്ട ചോദ്യങ്ങളാണ് ചോദിച്ചത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒരു പ്രതിപക്ഷ നേതാവിനോട് വേണമെങ്കിൽ ചോദിക്കാം, താങ്കൾക്ക് കോടതിയിൽ പരാതി കൊടുക്കരുതോ എന്ന്. തീർച്ചയായിട്ടും കോടതിയിൽ പരാതി കൊടുക്കാം. പക്ഷേ പ്രതിപക്ഷ നേതാവിൻ്റെ ചുമതല പാർലമെന്റിനുള്ളിലും പാർലമെന്റിന് പുറത്തും ഡിസ്ക്രിപ്പൻസീസ്, അനോമലീസ് അല്ലെങ്കിൽ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിക്കുക എന്നതാണ്. ഭരണപക്ഷത്തിൻ്റെ പോരായ്മകൾ അല്ലെങ്കിൽ ഒരു സംവിധാനത്തിൻ്റെ പോരായ്മകൾ ഇത് തുറന്നു കാട്ടുക എന്നതാണ്. ആ റോൾ രാഹുൽ ഗാന്ധി നിർവഹിക്കുന്നു. കോടതിയിൽ പോകുന്ന രാഹുൽ ഗാന്ധിക്ക് പോകാം, മറ്റാർക്ക് വേണേലും പോകാം. ഏത് ഭാരത പൗരനും കോടതിയിൽ പോകാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഇനി ഇലക്ഷൻ കമ്മീഷൻ ഇതിന് മറുപടി പറയേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ കൃത്യമായി കണക്കുകളാണ് കൊടുക്കുന്നത്. ആ കണക്കുകൾ തെറ്റാകാം. ആ തെറ്റാണ് എന്ന് തെളിയിക്കാൻ ഇപ്പോൾ പന്ത് ഇലക്ഷൻ കമ്മീഷന്റെ കോർട്ടിലാണ്. അപ്പം ആ പന്ത് കോടതിയിലെത്തിയിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയട്ടെ. ഇലക്ഷൻ കമ്മീഷന്റെ മറുപടിയിൽ തൃപ്തിയില്ലെങ്കിൽ അടുത്ത സ്റ്റേജിൽ വേണമെങ്കിൽ കോടതിയിൽ പോകാൻ സാധിക്കും. ഇൻഡിവിജ്വൽ കാൻഡിഡേറ്റ്സ് ഹരിയാനയിൽ പലരും കോടതിയിൽ പോകുന്നത് നമ്മൾ കണ്ടതുമാണ്. അപ്പൊ എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായ മറുപടി പറയുന്നില്ല? കോടതിയിൽ പോയപ്പോഴാണല്ലോ മരിച്ച ആളുകളുമായി കോടതിയിൽ ഹാജരായ സന്ദർഭവും ഉണ്ടായത്. ഇവിടെ ഒറ്റപ്പെട്ട കേസുകൾ രാഹുൽ ഗാന്ധി പറയുന്നതിൽ ഡിസ്ക്രിപ്പൻസി ഉണ്ടാവാം. അത് മാത്രമല്ല, പ്രൊജക്ഷൻ 25,46,144 വോട്ടെന്ന കൃത്യം നമ്പർ പറയുമ്പോൾ ആ നമ്പറൊക്കെ യഥാർത്ഥ നമ്പർ ആകണമെന്നൊന്നുമില്ല. അതൊക്കെ പ്രൊജക്ഷൻസ് മാത്രമാണ്. ചില സ്പെസിഫിക് കേസുകൾ എടുത്തുകൊണ്ട് അതിനെ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. ആദ്യം നോക്കൂ, ഒരു മണ്ഡലം മാത്രം എടുക്കുന്നു. കർണാടകത്തിലെ മഹാദേവപുര എന്ന മണ്ഡലം മാത്രം എടുക്കുന്നു. ഫസ്റ്റ് വേവ് ഓഫ് ക്രിറ്റിസിസം അല്ലെങ്കിൽ അറ്റാക്ക്. പിന്നീട് അലന്ത് മണ്ഡലം, മഹാരാഷ്ട്രയിലെ അലന്ത് എന്ന് പറയുന്ന മണ്ഡലം എടുക്കുന്നു. രണ്ടാമത്തെ ഒരു ആരോപണങ്ങളുടെ ഒരു വേവ്, രണ്ടാം വേവ്. ദിസ് ഇസ് ദ തേർഡ് വേവ്. അവിടെയാണ് രാഹുൽ ഗാന്ധി സെപ്റ്റംബർ 1-ാം തീയതി തന്നെ മുൻകൂട്ടി പറഞ്ഞു, ഇനി വരാൻ പോകുന്നത് ഹൈഡ്രജൻ ബോംബാണ്. അതുകൊണ്ട് H ഫോർ ഹൈഡ്രജൻ ബോംബ് ആൻഡ് H ഫോർ ഹരിയാന. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. നോക്കൂ, ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് വിജയം 48 സീറ്റിൽ BJPയും 37 സീറ്റിൽ കോൺഗ്രസുമാണ് ആത്യന്തികമായി ഹരിയാനയിൽ വിജയിച്ചത്. ഇത് അങ്ങനെ അല്ല വരേണ്ടത് എന്ന് കാട്ടാൻ
സബ്ജക്റ്റീവായും ഒബ്ജക്റ്റീവുമായ ഒരുപാട് കാര്യങ്ങൾ രാഹുൽ ഗാന്ധി പറഞ്ഞു. അതിനെക്കുറിച്ച് വിശകലനം ചെയ്താൽ മാത്രമേ ഇതിന്റെ ഉള്ളുകള്ളികളിലേക്ക് നമുക്ക് പോകാനാകൂ. ഈ സബ്ജക്റ്റീവ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി തുടങ്ങിയത്. ഒപ്പീനിയൻ പോളുകൾ, 5 അഭിപ്രായ സർവേകൾ, പ്രത്യേകിച്ച് എക്സിറ്റ് പോളുകൾ രാഹുൽ ഗാന്ധി പറയുകയാണ്. അതിൻ്റെ എല്ലാം രത്നച്ചുരുക്കം 65-നും 75-നും ഇടയ്ക്ക് സീറ്റുകൾ 90-ൽ അത്രയും സീറ്റുകൾ ഈ 5 അഭിപ്രായ സർവേകളും കോൺഗ്രസിന് അനുകൂലമായി പറഞ്ഞു. എന്നാൽ ഫലം വന്നപ്പോൾ നേരെ തിരിച്ചായിരുന്നു എന്നത് ഒരു സബ്ജക്റ്റീവ് അനാലിസിസ് ആണ്. എക്സിറ്റ് പോളുകൾ ശരിയാക്കണമെന്നില്ല. ഇനി ബീഹാറിലെ കാര്യം തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ബീഹാറിൽ ചരിത്രപരമായി എടുത്തിട്ടുള്ള ഒപ്പീനിയൻ പോളുകളിൽ 56% അഭിപ്രായ വോട്ടെടുപ്പുകൾ അല്ലെങ്കിൽ എക്സിറ്റ് പോളുകൾ തെറ്റായിരുന്നു എന്നതാണ് ചരിത്രം. അപ്പൊ അതുകൊണ്ട് ചരിത്രപരമായ ഒരു കാര്യം നോക്കുമ്പോൾ എക്സിറ്റ് പോളുകളുടെ വെരാസിറ്റി ഒന്നും രാഹുൽ ഗാന്ധി പറഞ്ഞാൽ അതിന്റെ ഒബ്ജക്റ്റീവ് പരിഗണനയായി എടുക്കാനാവില്ല. 2, ഈ പറയുന്ന രാഹുൽ ഗാന്ധി പറയുന്ന ഒരു ഒബ്ജക്റ്റീവ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് പോസ്റ്റൽ വോട്ടുകളാണ്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയപ്പോൾ 90-ൽ ഏതാണ്ട് 73 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്തു. കേവലം 17 മണ്ഡലങ്ങളിൽ മാത്രമാണ് BJP സ്ഥാനാർത്ഥി ലീഡ് ചെയ്തത്. ചരിത്രപരമായി ആ ഒരു പാറ്റേൺ ആത്യന്തിക ഫലത്തിലും ആവർത്തിക്കാനാണ് സാധ്യത. ശരിയായിരിക്കാം. ഹരിയാനയിൽ അങ്ങനെയായിരുന്നു. ഹരിയാനയിൽ അതിലൊരു പതിവ് വിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കൂടിയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെയായിരുന്നു. അതെ, ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീലാൽ കുമാർ, ഇപ്പോൾ ഈ പറയുന്ന BJP ശ്രീലാൽ കുമാർ, എക്സിറ്റ് പോൾ ഫലങ്ങൾ മാത്രമല്ല, പ്രവചനങ്ങൾ മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് ശേഷം തെരഞ്ഞെടുപ്പാനന്തരം BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നയാബ് സിംഗ് സയാനി നടത്തിയ വാർത്താ സമ്മേളനം, വോട്ടെണ്ണുന്നതിന് മുമ്പ് അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പ്രകടിപ്പിച്ച ആത്മവിശ്വാസം, ഈ പറഞ്ഞ പ്രവചനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി സംശയകരമാണെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ചില സംവിധാനമുണ്ട്, വ്യവസ്ഥ ഹേ എന്നാണ് പറയുന്നത്. വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സംവിധാനമുണ്ട് എന്നാണ് അതിൻ്റെ മലയാളം. അപ്പോൾ ആ സംവിധാനമുണ്ട്, നിങ്ങൾ ആശങ്കപ്പെടേണ്ട എന്ന് പറയുന്നു. ആ വ്യവസ്ഥ, ആ സംവിധാനമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലമായി കണ്ടത്. അപ്പോൾ ഹരിയാനയെ മോഷ്ടിച്ചു എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഹരിയാന മോഷ്ടിക്കപ്പെട്ട സംസ്ഥാനമാണ് എന്ന്. അപ്പോൾ മോഷ്ടിക്കപ്പെട്ടതിൻ്റെ തെളിവുകൾ കൃത്യമായ തെളിവുകളായിട്ടാണോ അങ്ങ് ഇതിനെ കാണുന്നത്? നിശ്ചയമായും. നോക്കൂ, ബഹുമാനപ്പെട്ട കെ സുരേന്ദ്രൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആദ്യം പറഞ്ഞെന്താണ്? രാഹുൽ ഗാന്ധി രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട് ചെയ്ത് എടുത്തേക്കുന്ന ഒരാളാണല്ലോ. അദ്ദേഹം രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നു. ഇതാണ് ആദ്യം ഉപയോഗിച്ച വാക്ക്. ഇത് BJPയുടെ ഒരു കുറേ നാളുകളായിട്ടുള്ളൊരു നറേറ്റീവാണ്. അദ്ദേഹം അത് ഏറ്റുപാടിയെന്ന് മാത്രമേ ഉള്ളൂ. എനിക്കതിനകത്ത് വലിയ അത്ഭുതങ്ങളൊന്നും തോന്നുന്നില്ല. ഒരു വിമർശനം വരുമ്പം ആ വിമർശനം ഉന്നയിക്കുന്ന ആളെ രാജ്യവിരുദ്ധ പ്രവർത്തനം ഇതാക്കി അങ്ങ് മാറ്റുകയാണ്. സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. ഇതിനു മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് ആൾ പാകിസ്ഥാനിലേക്ക് പോകൂ, ഇതുകൂടെ ചേർത്ത് പറഞ്ഞ് ഇപ്പോൾ രാജ്യവിരുദ്ധ, ഇന്ത്യയുടെ ഈ രാജ്യം തിരഞ്ഞെടുത്ത പ്രതിപക്ഷ നേതാവിനെ രാഷ്ട്രവിരുദ്ധനായി. കാര്യം എന്താ? BJPക്കെതിരെയും ഇലക്ഷൻ കമ്മീഷനെതിരെയും അദ്ദേഹം സംസാരിച്ചു. ചെറുതായിട്ട് സംസാരിച്ചു എന്നല്ല, എവിഡൻസ് പ്ലോട്ട് ചെയ്ത് സംസാരിച്ചു എന്നുള്ളതാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ പറയുമ്പം അദ്ദേഹം രാജ്യവിരുദ്ധ പ്രവർത്തനം ആകുന്നു, ചെയ്യുന്നവൻ രാജ്യവിരുദ്ധനാകുന്നു. ഇതുള്ളതാണ് ആദ്യത്തെ കാര്യം. അത് ഞാനൊന്ന് സൂചിപ്പിച്ചു പോകണമെന്ന് തോന്നി. ഞാൻ ആദ്യം ഓർത്തത് മീരാൻ സൂചിപ്പിക്കുന്നു, അത് സൂചിപ്പിക്കാഞ്ഞുകൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. അടുത്തത്, ഈ പറയുന്ന ഹരിയാനയിൽ ഒരു ബ്രസീലിയൻ മോഡൽ അവർ വോട്ടേഴ്സ് ലിസ്റ്റ് വരുന്നു. ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ വരുന്ന ബ്രസീലിയൻ മോഡൽ അത് BJPക്ക് ഒരു ബുദ്ധിമുട്ടായില്ല. ശ്രദ്ധിച്ചോ, അതെന്നാ BJPക്ക് അതൊരു ബുദ്ധിമുട്ടല്ലാതെ? ബ്രസീലിയൻ മോഡലിൻ്റെ പടം ഒരു 100 ഇടത്ത് വന്നിരിക്കുന്നു. എത്രയോ നമ്പർ വന്നിരിക്കുന്നു, 100-ൽ മേളിലാണ് വന്നിരിക്കുന്നത്. ഈ പറയുന്ന സ്ഥലത്ത് വന്നിരിക്കുന്നത് കോൺഗ്രസിൻ്റെ വോട്ടാണെന്നും കോൺഗ്രസ്സുകാർ കള്ളത്തരത്തിൽ ചേർത്തതാണെന്നും ഇവർ കോൺഗ്രസിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ വന്നവരാണെന്നും BJPക്ക് എന്താ ഒരു വാദമില്ലാത്തേ? അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ബ്രസീലിയൻ മോഡലിൻ്റെ പടം അല്ലെങ്കിൽ ഈ പറയുന്ന വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഇവരെ പുറത്താക്കണം എന്ന് പറഞ്ഞൊരു നറേറ്റീവ് അല്ലെങ്കിൽ ഈ രാജ്യത്തോട് കോൺഗ്രസ് ഈ വൃത്തികേട് കാണിക്കുന്നു എന്ന് നിങ്ങൾ എന്തുകൊണ്ട് വിളിച്ചു പറയുന്നില്ല? നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അതെന്താ നിങ്ങൾക്ക് ഇല്ലാത്തേ? ഈ പറയുന്ന വോട്ട് ചോരി എന്ന് പറഞ്ഞ ഈ അക്കമിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നു. ഈ അക്കമിട്ട് ഓരോ കാര്യങ്ങളും അദ്ദേഹം പറയുന്നത് ഇലക്ഷൻ കമ്മീഷനെതിരെയാണ്. BJPക്ക് അതിനകത്ത് ഒരു പരാതിയില്ല. ശ്രദ്ധിച്ചു, അഡ്രസ് ഇല്ലാത്തവരെ, പേരില്ലാത്തവരെ, ഒരു വീട്ടിൽ 500 പേര് താമസിക്കുന്നു, ഇതിനൊന്നും പരാതിയില്ലാത്ത ആൾക്കാർ BJP മാത്രമാണ്. അതെന്തുകൊണ്ട് പരാതി നിങ്ങൾക്കില്ലാത്തൊരവസ്ഥ വരുന്നു? അവിടെ തന്നെ സസ്പീഷ്യസ് ആണ്, നിങ്ങളുടെ പൊസിഷൻ സസ്പീഷ്യസ് ആണ്. അടുത്തത് ഞാൻ ഓരോന്നായിട്ട് തന്നെ പറയാം, പറഞ്ഞ് പോകണമെന്ന് തോന്നുന്നു. B. ഗോപാലകൃഷ്ണന്റെ സ്റ്റേറ്റ്മെന്റ് കോട്ട് ചെയ്ത് ഇന്ന് രാഹുൽ ഗാന്ധി ആ വീഡിയോയ്ക്കകത്ത് കാണിച്ചു. B. ഗോപാലകൃഷ്ണൻ പറഞ്ഞ വാക്ക് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾ കാശ്മീരിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന്, ആ പ്രയോഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കൊണ്ടുവന്ന് ഞാൻ ഡൽഹിയിലേക്ക് പോകുന്നു, ഞാൻ ഡൽഹിയിലേക്ക് സെറ്റിൽ ചെയ്യാൻ തീരുമാനിക്കുന്നു, ഞാൻ അവിടുത്തെ ഓർഡിനറി റെസിഡന്റ് ആകാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനാണെങ്കിൽ എനിക്ക് സ്വമേധയാ അവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാം.
അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പരിപാടി നടക്കുന്നത്. ഇപ്പം സ്മൃതി ഒരിടത്തോട്ട് പോകുന്നു, ഒരു മണ്ഡലം മാറി മറ്റൊരു മണ്ഡലത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ സുരേന്ദ്രൻ ഒരു മണ്ഡലത്തിൽ നിന്ന് മറ്റൊരു മണ്ഡലത്തിലേക്ക് പോകുന്നു. അദ്ദേഹത്തിന് അവിടെ ഓർഡിനറി റെസിഡന്റ് ആകുകയാണെങ്കിൽ അദ്ദേഹത്തിന് അവിടെ പേര് ചേർക്കാം, ഒരു അഡ്രസ് ഉണ്ടാവണം. കൊണ്ടുവന്ന് ചേർക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആയി കഴിഞ്ഞു. നിങ്ങൾ എന്തിനാ കൊണ്ടിരുന്നേ? കാശ്മീരിൽ നിങ്ങൾ എന്തിനാ കൊണ്ടിരുന്നേ? അതാണല്ലോ ആദ്യത്തെ ചോദ്യം. ആ ചോദ്യം പ്രസക്തമായ ചോദ്യമാണ്. നിങ്ങൾ കൊണ്ടുവരേണ്ട കാശ്മീരുകാരൻ ഒരാൾ ഇവിടെ വന്ന്, അതെ, അത് സ്റ്റാറ്റ്യൂട്ടറിയാണ്. കാര്യം ഇത്ര നാൾ ഇവിടെ താമസിച്ചിരിക്കുന്നുണ്ട്. ഇവിടെ സംഭവിക്കുന്നതെന്നറിയോ? ഞാനത് പറഞ്ഞുതരാം, കൃത്യമായിട്ട് പറഞ്ഞുതരാം. കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു, ആ വാദം തന്നെ എടുക്കാം. ഇവിടെ വന്ന് വോട്ട് ചെയ്യുന്നു. ഈ വോട്ട് ചെയ്ത് കഴിഞ്ഞ് ഈ അദ്ദേഹം അങ്ങ് തിരിച്ചു പോകും. കാശ്മീരിലെ വോട്ടും പോയി ചെയ്യും. കാശ്മീർ കുറച്ചു നേരം കഴിഞ്ഞായിട്ടുള്ള വോട്ട് വരുന്നത്. നോക്കൂ, ഇത് ഓർക്കസ്ട്രേറ്റഡ് ആണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. കാര്യം നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ വലിയ വിമർശനം വന്നിരിക്കുന്നത് എന്താണെന്നറിയോ? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിൽ പിന്നാണ് ഇത്രയും സ്റ്റേജുകളായി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 5 സ്റ്റേജ്, 6 സ്റ്റേജ്, ഇത്രയും സ്റ്റേജ് നേരത്തെ ഇല്ലായിരുന്നു. നോക്കൂ, അൾട്രാ മോഡേൺ വേൾഡിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് നടന്നിരിക്കുന്ന ഇന്ത്യയിൽ ഇവർ പറഞ്ഞ എല്ലാം ടെക്നിക്കലായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന പൊസിഷനിലാണല്ലോ. ആ പൊസിഷനിൽ വോട്ടിംഗ് മാത്രം വരുമ്പോൾ 5ഉം 6ഉം സ്റ്റേജ്. അത് ഇലക്ഷൻ കമ്മീഷൻ പ്രധാനമന്ത്രിക്ക് എല്ലായിടത്തും പോയി പരമാവധി സമയം പ്രചരണം നടത്താൻ, അദ്ദേഹം പറയുന്ന വിഷയങ്ങളൊന്നും അവർക്ക് ഒരു വയലേഷൻ ഉണ്ടാകത്തില്ല. ഈ രീതിയിലാണ് പലതും ചെയ്യുന്നത്. ഇപ്പം ഗോപാലകൃഷ്ണന്റെ വാദം തന്നെ എടുക്കുക. കേരളത്തിലെ ഒരു കാശ്മീരുകാരനെ കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് വോട്ട് ചെയ്യുന്നു. ഈ ആള് കാശ്മീരിലെ ലിസ്റ്റിൽ കിടക്കുക, അവിടുത്തെ റിമൂവ് ചെയ്തിട്ടില്ല. ഇവിടുത്തെ വോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇത് തൂത്തിട്ട് അവിടെ പോയി വോട്ട് ചെയ്യും. ഒരു പാർലമെന്റ് ഇലക്ഷൻ 2 വോട്ടായോ? ഇതേ രാഹുൽ ഗാന്ധി പറഞ്ഞുള്ളൂ. ഗോപാലകൃഷ്ണൻ പറഞ്ഞത് തന്നെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇതിന് മറുപടിയില്ല. ശ്രദ്ധിച്ചോ, എന്നെ കേൾക്കുന്നത് ഞാൻ വളരെ ഇതായിട്ട് പറയുന്നതിന് കാര്യം, ഇത് മനുഷ്യൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനകത്തൊരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം പരിഹരിക്കണ്ടേ. പിന്നെ അടുത്ത വന്ന് SIR-വുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം പറഞ്ഞാൽ രാഹുൽ ഗാന്ധി കള്ളം പറയുകയാണെന്ന് BJP പറയുന്നത് പോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ പറയുകയാണ്. വോട്ടേഴ്സ് ലിസ്റ്റിന്റെ കസ്റ്റോഡിയൻ ആരാണ്? ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ കസ്റ്റോഡിയൻ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ കമ്മീഷനാണ്. ആർട്ടിക്കിൾ 324 പ്രകാരം അവരാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ഇരിക്കുന്നവരാണ്. ഇവിടുത്തെ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്തേണ്ടത് ആരാണ്? ഇലക്ഷൻ കമ്മീഷനാണ്. ആ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ കമ്മീഷൻ നടത്താൻ എന്തെങ്കിലും താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മളിത് പരിശോധിക്കാമെന്ന് പറയണ്ടേ? രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യത്തിന് എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് നമ്മൾ നോക്കാമെന്ന് പറയത്തില്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ 3 വാർത്താ സമ്മേളനങ്ങൾക്കകത്തും ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ ഒരു വാദം പറഞ്ഞിട്ടില്ല. ശ്രദ്ധിച്ചോ, ഞങ്ങളത് പരിശോധിക്കാം. രാഹുൽ ഗാന്ധി എവിടെയെങ്കിലും പോയി പരാതി കൊടുക്ക്, സുപ്രീം കോടതിയെ പോകൂ, അവിടെ പോകൂ, ഇവിടെ പോകൂ. പക്ഷെ നിങ്ങൾക്ക് സുവമോട്ടോ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ തൊഴിൽ എന്താണ്? ഇവിടുത്തെ ജനങ്ങളുടെ അടുക്കൽ വോട്ട് ചെയ്യാൻ നേരത്ത് ഈ പറയുന്ന പാവങ്ങളായ മനുഷ്യർ വോട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് വോട്ട് ചെയ്തവരുണ്ട്, നിങ്ങളെ തന്നെ തെരഞ്ഞെടുത്തവരാന്നിരിക്കട്ടെ, അതൊന്നും ഇവിടെ വിഷയമല്ല. ചോദിക്കുന്നത് ഇങ്ങനൊരു പ്രശ്നമുണ്ടോ, ഇങ്ങനൊരു ഡിസ്ക്രിപ്പൻസി ഇതിനകത്തുണ്ടോ? ആ ഡിസ്ക്രിപ്പൻസി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ആര്? BJP അല്ല. സുരേന്ദ്രൻ മറുപടി പറയേണ്ട കാര്യമില്ല കേട്ടോ. സുരേന്ദ്രൻ ഈ അദ്ദേഹത്തിന്റെ മറുപടി രാഷ്ട്രീയ മറുപടിയാണ്, അതിനകത്ത് പ്രശ്നവുമില്ല. അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മറുപടി പറയുന്നതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യാൻ അദ്ദേഹം മറുപടി പറയുന്നത്. നമുക്ക് വേണ്ട എക്സ്പ്ലനേഷൻ ജനാധിപത്യ ഇന്ത്യയിൽ വോട്ട് ചെയ്ത് ഞങ്ങളും കൂടെ നിൽക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ, ഞങ്ങൾ ഇതിന്റെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഗൈഡിങ് ഫോഴ്സിനകത്ത് നിൽക്കുന്നവരാണ്. ഞങ്ങളോട് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ അവിടെ ഇരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ BJP പറഞ്ഞ പോലെ കേൾക്കാനല്ല, BJP പറയുന്ന പോലെ വാർത്താ സമ്മേളനം നടത്താനല്ല. അതുകൊണ്ടാണ് അതിന് പ്രസക്തി ഉണ്ടായി വരുന്നത്. ഇവർ പറയുന്ന രീതിയിൽ മുന്നോട്ട് ഈ പറയുന്ന രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രവിരുദ്ധ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നതെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് വെച്ച് പ്രതീക്ഷിക്കുന്നത്. ശ്രീ കെ സുരേന്ദ്രന് വിശദമായ മറുപടി പറയാൻ സമയത്ത് മറുപടി നൽകാം. അതോടൊപ്പം ഇന്ന് രാഹുൽ പറഞ്ഞ ഒരു കാര്യം, ഈ UP-യിൽ നിന്നും നിരവധി നേതാക്കളും BJP പ്രവർത്തകരും ഒക്കെ തന്നെ ഹരിയാനയിൽ വന്ന് വോട്ട് ചെയ്യുകയാണ്. ചില പേരുകളും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ദാൽചന്ദ് BJP-യുടെ സർപഞ്ചാണ്. അത് മന്ത്രി ലക്ഷ്മിനാരായണനൊപ്പമുള്ള പടവും അദ്ദേഹത്തിൻ്റെ പടവും കാണിക്കുന്നുണ്ട്. മറ്റൊരാൾ പ്രഹ്ലാദാണ്, അയാളും BJP സർപഞ്ചാണ്, മധുര ജില്ലയിൽ നിന്നും, UP-യിൽ നിന്നും. അപ്പോൾ ഇവർക്ക് UP-യിലും വോട്ടുണ്ട്, ഹരിയാനയിലും വോട്ടുണ്ട്. അങ്ങനെ മറുപടി നൽകാം. അല്ല, എനിക്ക് കുറച്ചൊരധികം സമയം തരണം, ഒരു 10% അധികം. കാരണം എൻ്റെ 4 സുഹൃത്തുക്കളും എൻ്റെ വാദങ്ങൾക്ക് നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അങ്ങാണെങ്കിൽ കൂടുതൽ ആവേശത്തോടു കൂടി അവരുടെ വാദത്തെ പിന്തുണയ്ക്കുകയുമാണ്. ഒന്നാമത്തെ കാര്യം, 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ മറുപടി പറയേണ്ടതുള്ളൂ. ഒന്ന്, CCTV ഫൂട്ടേജുകൾ എന്തുകൊണ്ട് ലഭ്യമാക്കുന്നില്ല? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സന്തോഷ് ചോദിച്ചത്. അത് മറ്റു പലരും ആവർത്തിക്കുകയും ചെയ്തു. എൻ്റെ സുഹൃത്ത് സന്തോഷ് ചോദിച്ചത് CCTV ഫൂട്ടേജ് കിട്ടണമെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടേതൊരു കേന്ദ്രീകൃത ജനാധിപത്യ സമ്പ്രദായമല്ല. എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് നടക്കുന്നത്. അല്ലാതെ പ്രധാനമന്ത്രിക്ക് നേരിട്ട് ആൾക്കാർ വോട്ട് ചെയ്യല്ല, രാഷ്ട്രപതിക്ക് വോട്ട് ചെയ്യുന്ന പോലെയല്ല.
അപ്പോൾ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലുമാണ്, എല്ലാ മണ്ഡലത്തിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഒരു മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്തുകൊണ്ട് നമ്മൾ കോടതിയെ സമീപിച്ചാൽ നിശ്ചയമായി നമുക്ക് CCTV ഫുട്ടേജസ് കിട്ടും. ഇപ്പോൾ മഹാദേവപുരയിൽ ഇത് സത്യമായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസിനോ അത് കിട്ടുമായിരുന്നു. പക്ഷേ അത് അവിടെ ജയിച്ച മണ്ഡലം തന്നെയാണ്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ലിറ്റിഗേഷൻ ഇല്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവർ ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് ഉത്തരം പറയേണ്ടതെന്ന്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് ഉത്തരം പറയാൻ ഒരു ബാധ്യതയും ഇല്ലെന്ന്. ഇപ്പോൾ P. സന്തോഷ് കുമാറോ ലാൽകുമാറോ മോഹൻ വർഗീസോ അല്ലെങ്കിൽ ലീഗിൻ്റെ പ്രതിനിധിയോ ഒരു ആരോപണം പബ്ലിക്കിൽ ഉന്നയിച്ചാൽ അതിന് ഉത്തരം പറയേണ്ട ഒരു ബാധ്യതയും തെരഞ്ഞെടുപ്പ് കമ്മീഷനില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ ചില നടപടിക്രമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നെഹ്റുവിൻ്റെ കാലം മുതൽ ഇന്ത്യയിലുള്ള തെരഞ്ഞെടുപ്പ് അത് ഘട്ടം ഘട്ടമായി മാറി പരിഷ്കരിച്ച് വന്നാണ്. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ദിരാഗാന്ധിക്കെതിരെ ഒരു തെരഞ്ഞെടുപ്പ് കേസുണ്ടായിരുന്നു, രാജ്നാരായണൻ്റെ കേസ്. ആ കേസിൽ ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചു എന്ന് രാജ്നാരായണൻ കോടതിയിൽ തെളിയിച്ചതാണ്, അലഹബാദ് ഹൈക്കോടതിയിൽ. അങ്ങനെയാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് രാജിവെക്കാതെ. അപ്പോൾ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് നിയമാനുസൃതമായ ഒരു ചട്ടമുണ്ട്. രണ്ടാമത്തെ ചോദ്യം, ലാൽ ചോദിച്ച ഒരു ചോദ്യം, എൻ്റെ സുഹൃത്ത് ലാൽ ചോദിച്ച ഒരു ചോദ്യം ഞാൻ എപ്പോഴും പറയുന്നു, അല്ലെങ്കിൽ BJP എപ്പോഴും പറഞ്ഞു രാജ്യദ്രോഹിയാണ് എന്ന് ഞാൻ പറഞ്ഞു. 101% രാഹുൽ ഗാന്ധി ഈസ് എൻ ആൻറ്റി നാഷണൽ. അദ്ദേഹം രാജ്യദ്രോഹിയാണ്. കാരണം ഡീപ് സ്റ്റേറ്റിൻ്റെ കൂടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം. അദ്ദേഹം സോറോസിൻ്റെ അനുയായിയാണ്. നോക്കൂ, രാഹുൽ ഗാന്ധി വിദേശ രാജ്യങ്ങളിലെല്ലാം പോയിട്ട് പറഞ്ഞു ഇന്ത്യൻ എക്കണോമി ഈസ് എ ഡെഡ് എക്കോണമി. നോക്കൂ, രാഹുൽ ഗാന്ധി അല്ലാതെ ഏതെങ്കിലും വേറെ ഒരാൾ പറയുമോ ഇന്ത്യൻ എക്കോണമി ഒരു ഡെഡ് എക്കോണമിയാണെന്ന്? ലോകം മുഴുവൻ ഇത്രയും ഫാസ്റ്റ് മൂവിങ് എക്കോണമി ആയിട്ടുള്ള ഇന്ത്യയെ ഒരു ഡെഡ് എക്കോണമിയാണെന്ന് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച രാഹുൽ ഗാന്ധി പറഞ്ഞു ഇന്ത്യ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അതിൻ്റെ മുഴുവൻ ഷെയറും അദാനിയിൽ നിക്ഷേപിക്കുന്നു. എന്ത് നോൺസെൻസ് ആണ്, അട്ടർ നോൺസെൻസ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. 2014 ഞാൻ പറയുന്നത് തീർത്ത് കേട്ടിട്ട് നിങ്ങൾക്ക് മറുപടി. 2014 1,56,000 കോടി രൂപയാണ് LIC ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിച്ചത്. 2024 ആകുമ്പോൾ അത് 2025 ആകുമ്പോൾ അത് 15,64,000 കോടിയാണ്. സർ, അദാനിയിൽ വെറും 4.5% ഉള്ളൂ. ടാറ്റയിൽ 5.2 ഉണ്ട്. SBIയിൽ 9.59 ഉണ്ട്. 15.86 ITCയിലുണ്ട്. റിലയൻസിന് 6.94 ഉണ്ട്. അങ്ങനെ 351 ലിസ്റ്റഡ് കമ്പനികളിൽ LIC നിക്ഷേപിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 2014 നഷ്ടത്തിലായിരുന്ന ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഇന്ന് ലാഭത്തിലായത്. എന്നിട്ട് രാഹുൽ ഗാന്ധി പറയാം എല്ലാം അദാനിക്ക് കൊടുത്തു. 10% ഇന്ത്യൻ പട്ടാളക്കാരെ കുറിച്ച് ഇന്നലെ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണ്? ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണ്? ഇന്ത്യയിൽ ജനാധിപത്യമില്ല എന്ന് രാഹുൽ ഗാന്ധി ലോകം മുഴുവൻ പോയി പറയുന്നു. ഇന്ത്യയുടെ ഐക്യത്തെയും പരമാധികാരത്തെയും ചോദ്യം ചെയ്യുന്നു. ഇന്ത്യയുടെ സൈനിക ശക്തിയെ ചോദ്യം ചെയ്യുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക ശക്തിയെ ചോദ്യം ചെയ്യുന്നു. ഇന്ത്യൻ ജനാധിപത്യം തെറ്റാണെന്ന്, അത് ശരിയല്ലെന്ന് പറയുന്നു. അത് ടാമ്പർ ചെയ്യാണെന്ന് പറയുന്നു. ഇന്ത്യൻ പാർലമെൻറ്റിനെ സ്തംഭിക്കുന്നു. ഇന്ത്യൻ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന സോറോസിൻ്റെ അനുയായിയാണ്. ഹീസ് എൻ ആൻറ്റി നാഷണൽ, 101% ആൻറ്റി നാഷണൽ. ഞങ്ങൾക്ക് ഒരു മടിയുമില്ല. ഇനി ചില ആൾക്കാർ ചോദിക്കും എന്താ ആൻറ്റി നാഷണലായിട്ട് കോടതിയിൽ പോകാത്തതെന്ന്. കോടതിയിൽ പോവില്ല. പ്രധാനമന്ത്രിയുടെ കരുത്ത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ദൗർബല്യവും. ചങ്ങാതി അവിടെ പ്രതിപക്ഷ നേതാവായി ഇരിക്കണമെന്നുള്ളത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് രാജ്യദ്രോഹ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ്. തെരഞ്ഞെടുപ്പ് ലോകത്തിലെ ഏറ്റവും സുതാര്യമായ തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വോട്ടർ പട്ടികയിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അത് ശുദ്ധീകരിക്കാനാണ് SIR നടപ്പാക്കിയത്. SIRനെ കുറിച്ച് ഒരു വാക്ക് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇവർ ആരും ഉന്നയിക്കുന്നില്ല. ബാക്കിയെല്ലാം കള്ളപ്രചരണമാണ്. അതുകൊണ്ട് ഇതെല്ലാം പൊളിച്ചെടുക്കാനുള്ള ബോധ്യം ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്കുണ്ട്. ജനങ്ങൾ ഈ പ്രചരണം ഒന്നും വിശ്വസിക്കില്ല. ഇദ്ദേഹം ഒരു ദിവസം വന്ന് കുറച്ച് PPT വെച്ചിട്ട് ഇതെല്ലാം ശരിയായ രീതിയിൽ കള്ളത്തരമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല. ഇത് ബീഹാർ തെരഞ്ഞെടുപ്പിൽ 14-ാം തീയതി വോട്ടെണ്ണുമ്പോൾ, മലയാള മാധ്യമങ്ങൾ എന്ത് പറയുന്നു എനിക്കറിയില്ല, 14-ാം തീയതി വോട്ടെണ്ണുമ്പോൾ മൂക്ക് കുത്തി താഴെ വീഴുമ്പോൾ പറയാനുള്ള അഡ്വാൻസ് ക്യാപ്സൂളാണ്. ആത്മവിശ്വാസം ഹരിയാനയിലും നിങ്ങൾക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതേ ആത്മവിശ്വാസം ബീഹാറിലും കാണുന്നു എന്ന് തന്നെയാണ് രാഹുലും പറയുന്നത്. ആ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ് നിങ്ങളുടെ വ്യവസ്ഥ, നിങ്ങളുടെ സംവിധാനം എന്നാണ് രാഹുൽ ആരോപിക്കുന്നത്. അതോടൊപ്പം ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുമോ? യുപിയിലെ സർപഞ്ച് വന്ന ഹരിയാനയിൽ വോട്ട് ചെയ്തതിനെ കുറിച്ച് അങ്ങേക്ക് വേണമെങ്കിൽ പറയാം.
വോട്ട് ചെയ്തിട്ടില്ല. സർപഞ്ച് വന്ന് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് എല്ലാ സ്റ്റേറ്റിലും. ഇപ്പോൾ ഹരിയാനയിൽ ഇവിടുന്ന് കോൺഗ്രസ്സുകാർ പോയിട്ടില്ലേ? ഞങ്ങളൊക്കെ എല്ലാ സ്റ്റേറ്റിലും പോകാറുണ്ട്. കർണാടകയിൽ ഞങ്ങൾ പോകാറുണ്ട്, തമിഴ്നാട്ടിൽ ഞങ്ങൾ പോകാറുണ്ട്, അവരിങ്ങോട്ടും വരാറുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. അതാണ് കള്ളപ്രചരണമാണെന്ന്. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ഉദാഹരണങ്ങൾ. കഷ്ടപ്പെട്ടെടുത്ത ഈ ചിത്രങ്ങൾ, ബ്രസീലിയൻ യുവതി, അതൊക്കെ രാഹുൽ ഉണ്ടാക്കിയതാണ് അല്ലേ? അതാണ് സ്മൃതി. ഒരൊറ്റ കാര്യം, ഈ ഒരു അസംബന്ധം എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പറയുന്നുണ്ടല്ലേ സർ, നമ്മളെ നാട്ടിൽ തെരഞ്ഞെടുപ്പിൽ ബാലറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് വോട്ടർ പട്ടികയിൽ വ്യാജ വോട്ടുണ്ടെങ്കിലും അവർ പോൾ ചെയ്തോ എന്ന് അറിയുന്നതിനൊരു ബാലറ്റ് അക്കൗണ്ട് ഉണ്ട് സർ. അതൊന്ന് പരിശോധിക്കണം. ഞങ്ങളൊക്കെ അത് ബൂത്ത് മുതൽ പഠിച്ചു വന്നവരാ. ഇവിടെ ഇരിക്കുന്നവരൊക്കെ ചിലപ്പോൾ മുകളിൽ കെട്ടിയിറങ്ങിയവരായിരിക്കും. ഞാൻ ബൂത്ത് പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ്. അതായത് ബാലറ്റ് അക്കൗണ്ട് ഉണ്ട്. ഒരു പോളിംഗ് ബൂത്തിൽ ആരൊക്കെ വോട്ട് ചെയ്തു എന്നുള്ളത് എല്ലാ പാർട്ടിയുടെയും ഏജന്റുമാർ മാർക്ക് ചെയ്ത് നമുക്ക് തരും. അത് ഇലക്ഷൻ കമ്മീഷൻ. ആ ബാലറ്റ് അക്കൗണ്ട് നോക്കിയാൽ ഉത്തർപ്രദേശിലെ സർപഞ്ച് വോട്ട് ചെയ്തോ ഇല്ലോ എന്ന് കാണിക്കാം. അത് കാണിക്കാതെ വോട്ടർ പട്ടികയിൽ പേരുണ്ടെന്ന് പറയുന്നത് മാത്രം ഒരു തെളിവായിട്ട് എടുക്കാൻ കഴിയില്ല. നിങ്ങൾ ചോദിച്ചു നോക്കണം ഇലക്ഷനെ കുറിച്ച് അറിയുന്നവർ. ബാലറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ 6 മണിക്ക് നമ്മൾ വാങ്ങി ഒപ്പിട്ട് സീൽ വെച്ച് വാങ്ങുന്ന സാധനമാണ്. അതിനകത്ത് ആരൊക്കെ വോട്ട് ചെയ്തു വോട്ട് ചെയ്തില്ല എന്ന് കാണിക്കാം. മാർക്കഡ് കോപ്പിയാണ്. ആ കോപ്പിയാണ് പിന്നീട്. എനിക്ക് അത്ഭുതം തോന്നുന്നു, CPM ഇതിലൊക്കെ വിദഗ്ധന്മാരായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ലഹാല് പോലും ഈ മണ്ടത്തരം പറയുന്നു എന്ന് പറഞ്ഞാൽ ആര് വോട്ട് ചെയ്തു ഇല്ല എന്നുള്ളത് ബാലറ്റ് അക്കൗണ്ട് നോക്കിയാൽ അറിയാം. ഞങ്ങളൊക്കെ അങ്ങനെയാണ് നോക്കുന്നത്. മണ്ടത്തരങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടിയില്ല എന്നുള്ളത് മാത്രമാണ്. ബൂത്ത് തലത്തിൽ നടക്കുന്ന തട്ടിപ്പല്ല ശ്രീ കെ സുരേന്ദ്രൻ. ഇത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ്, സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു തട്ടിപ്പാണ് എന്നാണ് ആരോപണം. അത് ബൂത്ത് തലത്തിൽ നടത്തുന്ന ഒരു ചെറിയ തട്ടിപ്പല്ല. ഞാൻ തിരിച്ചെത്താം. ആരോപണം ആർക്കും ഉന്നയിക്കുന്നത്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രേഖകളാണ് ശ്രീ കെ സുരേന്ദ്രൻ. തിരിച്ചെത്താം, ഇടവേളയ്ക്ക്. ഷിബു മീരാൻ അങ്ങേക്ക് മറുപടി നൽകാം. ഈ അദാനിയുമായി ബന്ധപ്പെട്ടൊക്കെ, അദാനി മോദി ബന്ധം എന്നുള്ളൊക്കെ കള്ളമായ കെട്ടുകഥകളാണ്, LIC ലാഭത്തിലാക്കിയ കഥയാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് കോടതിയിലേക്ക് പോകുന്നില്ല? ഇന്ദിരാഗാന്ധിയുടെ പ്രധാനമന്ത്രി സ്ഥാനം തന്നെ രാജിവെക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കിയത് കോടതിയിലേക്ക് കേസ് പോയപ്പോഴാണല്ലോ. എന്തുകൊണ്ട് അങ്ങനെ ഒരു നടപടിയിലേക്ക് നിങ്ങൾ കടക്കുന്നില്ല എന്ന ചോദ്യമുണ്ട്. ഒന്നാമത്തത് CCTV ഫൂട്ടേജ് കിട്ടാൻ നിയമമില്ല, പച്ചക്കള്ളമാണ്. ഈ രാജ്യത്ത് നിയമമുണ്ടായിരുന്നു. 2024 ഒക്ടോബർ മാസമാണ് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് നടന്നത്. അതേ തുടർന്നാണ് ഈ വലിയ അട്ടിമറി നടന്ന ഹരിയാനയിലെ CCTV ഫൂട്ടേജുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ആളുകൾ കോടതിയെ സമീപിച്ചത്. ഡിസംബറിൽ റൂൾ നമ്പർ 93 ഇലക്ഷൻ റൂൾസ് 1961 ഗവൺമെന്റ് അമെൻഡ് ചെയ്തിട്ട് ഇതിന് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം കോടതി എങ്ങാനും കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ബ്രസീലിയൻ മോഡലിന്റെ ഒക്കെ പേരിൽ ഈ സർപഞ്ചുമാര്, UP യിൽ നിന്ന് വന്ന സർപഞ്ചുമാര് കള്ളവോട്ട് ചെയ്യാൻ കയറുന്നത് നാട്ടുകാർ കണ്ട് കയ്യോടെ പിടിക്കുമെന്ന് അറിഞ്ഞപ്പോൾ ഈ ഗവൺമെന്റ് തന്നെയാണ് ആ നിയമങ്ങൾ അമെൻഡ് ചെയ്തത്. ഇനിയിപ്പോൾ ചോദിച്ചു, ഞങ്ങൾ ഇലക്ഷനിൽ വർക്ക് ചെയ്യാൻ വന്നതാണ് UP നിന്ന് അങ്ങോട്ട് പിന്നെ ഹരിയാനയിലേക്ക്. ആയിക്കോട്ടെ, വന്നപ്പോൾ നിങ്ങൾ പേരും ചേർത്തു. എൻ്റെ ഒരു ഒറ്റ ചോദ്യം, UP യിൽ ഇയാളുടെ തന്തയുടെ പേര് പ്രീതം സിംഗ് എന്നായിരുന്നു. ഈ ഹരിയാനയിലേക്ക് വരുമ്പോൾ അത് ബാലകൃഷ്ണൻ എന്നാവുന്നത് എങ്ങനെയാണ്? വോട്ട് മാറ്റി ചേർത്തോട്ട് എന്തിനാണ് സംസ്ഥാനം മാറുമ്പോൾ UP യിലെ BJP സർപഞ്ചുമാർ അവരുടെ പിതാവിന്റെ പേര് മാറ്റി എഴുതുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കാര്യം തെറ്റിപ്പോകും സ്മൃതി. ഇവർ പല സ്ഥലത്ത് പല പേര് പറയുന്നത് നമ്മളിത് മെമ്മറി എന്ന് പറയില്ല, ഈ ഡാറ്റ ഓർത്ത് വെക്കാൻ പറ്റണ്ടേ. ഇനി വിദേശത്ത് പോയി പ്രസംഗിച്ച കാര്യം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവുന്നതിന് മുൻപ് ഭാരത് കോയി ദേശ് ഇന്ത്യ അതൊരു രാജ്യമാണോ? പോയി ചോദിച്ചത് ഈ മനുഷ്യരാണ്. ചൈനയിൽ പോയി ഷാൻഹായിൽ ലോകത്തെമ്പാടുമുള്ള പ്രവാസികൾക്ക് ഇന്ത്യയിലാണ് ജനിച്ചത് എന്ന് പറയാൻ നാണമുണ്ട് എന്ന് പറഞ്ഞ മനുഷ്യന്റെ പേര് നരേന്ദ്രമോദി എന്നാണ്. വിദേശത്ത് പോയി പ്രസ്താവന നടത്തുന്നത് രാജ്യദ്രോഹത്തിന്റെ അടയാളമാണെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കാണ് ആ പദവി നന്നായി ചേരുക. പിന്നെ ആന്റി നാഷണൽ, അർബൻ നക്സൽ, ഈ വാക്കുകളൊക്കെ നിങ്ങളുടെ ഡിക്ഷണറിയിൽ കുറെ നാളുകളായിട്ടുണ്ട്. നിങ്ങൾ രാഹുൽ ഗാന്ധി എന്ന മനുഷ്യന് ആ പേര് ചാർത്തി കൊടുക്കാൻ കോടികളുടെ PR വർക്ക് നടത്തിയിട്ടുണ്ട്. അയാൾ ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് ഇന്ത്യൻ പാർലമെന്റിന്റെ നടുത്തളത്തിലേക്ക് രാഹുൽ ഗാന്ധി കയറി വന്നപ്പോൾ പിന്നെ നരേന്ദ്രമോദിക്ക് അദ്ദേഹത്തെ കൈപിടിച്ച് ആനയിക്കേണ്ടി വന്നു. ഒരു കാര്യം ഉറപ്പിച്ചു വെച്ചോ, രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കെ തന്നെ ഭാഗ്യമുണ്ടെങ്കിൽ ആ സഭയിൽ പ്രതിപക്ഷ നേതാവാനുള്ള യോഗം നരേന്ദ്രമോദിക്ക് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. ഈ രാജ്യം ചക്രവർത്തിമാരുടേതല്ല എന്ന് മനസ്സിലാക്കി ഈ ധിക്കാരത്തിന്റെ, അഹങ്കാരത്തിന്റെ ഭാഷ നിങ്ങൾ ഒഴിവാക്കൂ. പിന്നെ ആവർത്തിച്ച് കോടതിയിൽ പോവാത്തത് എന്താണ്? എത്ര വട്ടം കോടതിയെ സമീപിച്ചിരിക്കുന്നു?
എത്ര വട്ടം കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഈ ഹരിയാനയിൽ തന്നെ ഇപ്പൊ തന്നെ 8ഓളം കേസുകൾ പെൻഡിംഗ് ആണ്. പക്ഷെ ഒരു ജനാധിപത്യത്തിലെ ആത്യന്തികമായി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് കോടതികളല്ല. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന നിലക്ക് രാജ്യത്തെ ജനങ്ങളോട് അത് തുറന്നു പറയുന്നു. മറുപടി പറയേണ്ടുന്ന ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കാ ഉത്തരവാദിത്തം? നിങ്ങൾ കുറെ തീയതികളും ഡാറ്റകളും പറഞ്ഞതുകൊണ്ടായില്ല. ഞാനൊരു രാജ്യസ്നേഹിയാണ്. എൻ്റെ രാജ്യത്തെ എനിക്ക് വല്ലാതെ സ്നേഹമുള്ള ഒരു യഥാർത്ഥ രാജ്യസ്നേഹിയാണ് ഞാൻ. ഞങ്ങൾ ആരുടെയും ചെരുപ്പ് നക്കാൻ പോയവരല്ല. എൻ്റെ രാജ്യത്തിൻ്റെ വോട്ടർ പട്ടികയിൽ ബ്രസീലിലുള്ള ഇന്ത്യയിൽ ഒരു വട്ടം പോലും വന്നിട്ടില്ലാത്ത ഒരു യുവതിയുടെ പേരെങ്ങനെ വന്നു? UP-യിൽ താമസിക്കുന്ന മനുഷ്യന്റെ പേര് എങ്ങനെ ഹരിയാനയിൽ വന്നു? ഒരു വീട്ടിൽ എങ്ങനെ 500 വോട്ട് വരുന്നു? ഇതൊക്കെ ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇവിടെ ഇരിക്കുന്ന കപട രാജ്യസ്നേഹികളെക്കാൾ, അധികാരത്തിന് വേണ്ടി ഈ രാജ്യത്ത് ഒറ്റുകൊടുക്കാൻ ഒരു മടിയുമില്ലാത്തവരെക്കാൾ ഈ രാജ്യത്തിന്റെ ഓരോ ഇഞ്ച് ഭൂമിയെയും ഇന്ത്യയുടെ ജനാധിപത്യത്തെയും അതിന്റെ ഭരണഘടനയും ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. രാഹുൽ ഗാന്ധി ഞങ്ങളെ പോലെയുള്ളവർ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിക്കുന്ന മറുപടി പറയേണ്ട ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട്. അത് തെറ്റാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ രാജ്യത്തെ ജനങ്ങൾ ആ ജോലി ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ ആൻറ്റി നാഷണലിസ്റ്റ് എന്ന് പറയുന്ന പ്രയോഗം സുരേന്ദ്രൻ നടത്തിയില്ലേ? സത്യത്തിൽ അദ്ദേഹം വളരെ വൃത്തിയായി അത് പറഞ്ഞു. കാര്യം അത് ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. കാര്യം നിങ്ങളുടെ പൊസിഷൻ എന്താണെന്നുള്ളത്. ഞാൻ ഒറ്റ കാര്യം മാത്രം സൂചിപ്പിക്കാം. രാജ്യത്ത് കുറേ നാളുകളായി ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ് കോൺഗ്രസും അല്ലെങ്കിൽ സെക്യുലർ പാർട്ടികളെല്ലാം എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വൃത്തിയായി വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അതാ. പക്ഷേ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന നിങ്ങൾ നേരത്തെ തീവ്രവാദി എന്ന് വിളിച്ച ആൾക്കാരെ ഉമ്മ വെച്ചത് നിങ്ങളുടെ ആൾക്കാരാ. കഴിഞ്ഞ ദിവസം നമ്മളാരുമല്ല, അത് നമ്മൾ കണ്ടതാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നപ്പോൾ എന്തൊരു പ്രിയം, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്നവരെല്ലാം തീവ്രവാദികളാണെന്ന് പറഞ്ഞത് നിങ്ങളാ. ഇവിടെയുള്ള ഇസ്ലാമിസ്റ്റുകളെക്കാട്ടിലും എന്തായാലും ഭീകരമായ ഇസ്ലാമിസ്റ്റുകൾ അവിടെ. പക്ഷെ നിങ്ങൾക്ക് ഉമ്മ കൊടുക്കുന്നതിനും കെട്ടിപ്പിടിക്കുന്നതിനും നിങ്ങൾ ചെയ്യുമ്പോൾ ആന്റി നാഷണൽ അല്ല, സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് എന്നൊരു പ്രയോഗം നടത്തും. ഈ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് ഒറ്റ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. രാഹുൽ ഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. എനിക്കിത് പറയേണ്ട കാര്യമില്ല, എന്നാലും പറയാം. അത് മാധ്യമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിലെ നാഷണൽ ടെലിവിഷൻ മൊത്തം ഓൺ ചെയ്യുന്നത് രാഹുൽ ഗാന്ധി അറ്റാക്ക് ചെയ്യുന്ന ഈ പറയുന്ന കുത്തകളാ. രാഹുൽ ഗാന്ധി പറയുന്ന ഒരു വാർത്തയുടെ സത്തിൽ ഒരിക്കലും റിപ്പോർട്ട് ചെയ്യുന്നില്ല. CNN, IBN, ഈ പറയുന്ന ടൈംസ് നൗ, ഇവരൊക്കെ ഓൺ ചെയ്യുന്ന ഈ പറയുന്ന വിമർശിക്കുന്ന ആൾക്കാരാന്നേ. പണ്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രാക്ടീസ് ആയിരുന്നു. എന്താണ്? നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രതിപക്ഷ നേതാവ്, ഒരു രാഷ്ട്രീയക്കാരനോ പുറത്തൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനെതിരെ അല്ലെങ്കിൽ സർക്കാരിനെതിരെ ഒരു കാര്യം പറയത്തില്ല. സത്യമാണത്. അത് സുരേന്ദ്രൻ പറഞ്ഞതിനകത്ത് ഒരു ന്യായമുണ്ട്. പക്ഷെ കുഴപ്പം നമ്മുടെ നാട്ടിൽ വെച്ച് അത് പറയുമ്പം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഇപ്പോൾ 2014 ശേഷമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സർക്കാരിനെതിരെ, ഈ നമ്മുടെ നാട്ടിലെ ഒരു സർക്കാരിനെതിരെ വിമർശനമാക്കുമ്പോൾ അത് ആന്റി നാഷണൽ ആകാൻ ഒച്ചത്തിൽ വിളിച്ചു പറയുന്ന റിപ്പബ്ലിക്കിൽ അട്ടഹസിക്കുന്ന മാധ്യമപ്രവർത്തകരുള്ള ഒരു നാടാണിത്. അപ്പം പറയാൻ കിട്ടുന്ന സ്ഥലം എവിടെയാ? പുറത്താണ്. അതുകൊണ്ടാണ് പുറത്തു പോയി പറയുന്നത്. അല്ലാതെ എനിക്കൊരു സംശയമില്ല അക്കാര്യത്തിൽ. എവിടെയെങ്കിലും ഈ ശബ്ദം ഒന്ന് ഉയരണ്ടേ, ആരെയും ഒന്ന് കേൾക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഞങ്ങളിലേക്ക് വരാം. ശരി, ലാൽകുമാർ പൂർത്തിയായെങ്കിൽ ശ്രീ കെ സുരേന്ദ്രൻ അങ്ങേക്ക് മറുപടി നൽകാം. ഞാൻ അധികം മറുപടി ഒന്നും പറയുന്നില്ല. 223 വോട്ട് ഉള്ള ഒരു സ്ത്രീയെക്കുറിച്ച് ഇന്ന് രാഹുൽ ഗാന്ധി പരാമർശിക്കുകയുണ്ടായി. ഞാനിപ്പോൾ നോക്കി ആ മണ്ഡലത്തിൽ ആരാണ് ജയിച്ചതെന്ന്. 12,637 വോട്ടിന് ആ മണ്ഡലം ജയിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ്. അപ്പോൾ കോൺഗ്രസ്സുകാർ തന്നെ ഈ രാജ്യത്തെ ദുർബലപ്പെടുത്താൻ ഇത് ചെയ്തതാണോ എന്ന് സംശയിച്ചാൽ, ഇപ്പം മഹാദേവപുരയിൽ കോൺഗ്രസ് ആണ് ജയിച്ചത്, BJP അല്ല. മഹാരാഷ്ട്രയിൽ ഒരു മണ്ഡലം പറഞ്ഞു, അവിടെയും കോൺഗ്രസ് ആണ് ജയിച്ചത്. അപ്പോൾ ഇത് രാഹുൽ ഗാന്ധി ഡീപ് സ്റ്റേറ്റിന് വേണ്ടി, സോറോസിന് വേണ്ടി കാശും വാങ്ങി ഈ രാജ്യത്തെ ദുർബലപ്പെടുത്താൻ, ഇവിടുത്തെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നുള്ള ഗൗരവമായ ഒരു ചോദ്യം വരുന്നുണ്ട്. ലാൽ നേരത്തെ ചോദിച്ചതാണത്. രാഹുൽ ഗാന്ധി തന്നെ ആന്റി ഇന്ത്യൻ ആയിട്ടുള്ള രാഹുൽ ഗാന്ധി, ആ സോറോസിന്റെ ബന്ധുവായിട്ടുള്ള രാഹുൽ ഗാന്ധി, സോറോസ് ഈ ലോകത്ത് നടത്തുന്ന പ്രവൃത്തി എന്താണെന്ന് അറിയാത്തവരാരും ഈ രാജ്യത്തില്ല. ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഇനി ഡിഫമേഷൻ കേസ് 1000 വന്നാലും രാഹുൽ ഗാന്ധി ആന്റി നാഷണലാണ്, സോറോസിന്റെ അനുയായിയാണ്, ഈ രാജ്യത്തെ തകർക്കാൻ കച്ചകെട്ടി ഇറക്കിയിട്ടുള്ള ആളാണ്, ഈ രാജ്യത്തിനെതിരായിട്ട് വിധ്വംസക പ്രവർത്തനങ്ങൾ വിദേശ രാജ്യങ്ങളിലടക്കം പോയി ചെയ്യുന്നതാണ്. ഇന്ത്യയുടെ ഐക്യവും പരമാധികാരവും സമ്പദ് വ്യവസ്ഥയും തകർക്കാൻ, പുരോഗതിയും വികസനവും തകർക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിന് 25 കൊല്ലം കൂടി പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു പണം വാങ്ങിയത് സ്മൃതി ഇറാനിയായിരുന്നു. അല്ല, ഞങ്ങളാരും മന്ത്രിയാണ് പറഞ്ഞത്. സ്മൃതി ഇറാനിയായിരുന്നു. ശരി, നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ട് നമുക്ക് നോക്കാം. ഇനി ഹൈഡ്രജൻ ബോംബ് ഉണ്ട് കേട്ടോ. ഹൈഡ്രജൻ ബോംബ് ഇനി അടുത്ത വരുന്നുണ്ട്. ആ ദിവസം നമുക്ക് ഇരിക്കാം. ശ്രീ കെ സുരേന്ദ്രൻ, നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടാണ്. വളരെ നന്ദി ശ്രീ കെ സുരേന്ദ്രൻ, പി സന്തോഷ് കുമാർ, അഡ്വക്കേറ്റ് ഷിബു മീരാൻ, അഡ്വക്കേറ്റ് N. ലാൽകുമാർ, ഡോക്ടർ മോഹൻ വർഗീസ് ചർച്ചയിൽ പങ്കെടുത്തതിന് കാണാം.
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.